എന്ന് അല്ലാഹു നാഫിയായ ഇൽമിനെ തരട്ടെ എന്ന്. അൻ അഹ്മദ് അൻ അബ്ദുല്ലാഹി ബിൻ അഹ്മദ് ബിൻ ഹംബൽ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ പറയുന്നു റഅയ്തു അബി എൻ്റെ ഉപ്പ അഹ്മദ് ബിൻ ഹംബൽ യശ്റബു മിമ്മാ സംസം സംസം വെള്ളം കുടിക്കുമായിരുന്നു യസ്തശ്ഫീ ബിഹി അതുകൊണ്ട് രോഗത്തിന് ശിഫാന തേടുമായിരുന്നു എന്ന്. ഇത് സിയറു അഅ്ലാമിൽ മഹാനായ അഹ്മദ് ബിൻ ഹംബലുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വേറെയും ഒരുപാട് സ്ഥലങ്ങളിലുണ്ട്. ഇബ്നുൽ ഖയ്യിം തങ്ങൾ പറയുന്നു ഞാനും അല്ലാത്ത പലരും ഷിഫാക്ക് വേണ്ടി ഇത് ഞങ്ങൾ ആ കാലഘട്ടത്തിലെ ആളുകളൊക്കെ ഉപയോഗിക്കാറുണ്ട്. സംസം കുടിച്ചിട്ട് എൻ്റെ ഒരുപാട് രോഗം മാറിയിട്ടുണ്ട് എന്ന് ഹാഫിദ് ഇബ്നുൽ ഖയ്യിം തങ്ങൾ പറയുന്നുണ്ട്. വളരെ പ്രഗത്ഭനായ പണ്ഡിതനാണ്. അതിന് പുറമെ ഇബ്നു തൈമിയ്യയുടെ ശിഷ്യനുമാണ്. ഫബരിഅത് ബിഇദ്നില്ലാ ആ രോഗമൊക്കെ മാറിയിട്ടുണ്ട്. എങ്ങനെ? ഞാൻ എന്താ ചെയ്യാറുള്ളത്? ഞാൻ ചെയ്യാറുള്ളത് ഫകുൻതു തആലജു ബിഹാ ബിമാഇ സംസമിൻ ബിഖൗലിഹി തആല ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഞാൻ ബിസ്മില്ലിട്ട് നേരെ എന്ത് ചെയ്യുന്നറിയോ? ഒരു ലേശം ഇബ്നുൽ ഖയ്യിം പറയാണ് ഒരു അല്പം സംസം വെള്ളം എടുക്കും, എന്നിട്ട് എന്ത് ചെയ്യും? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് ഞാൻ പല പ്രാവശ്യം പറയുകയും വഅഖദ ശുർബത്തിൻ മിമ്മാഇ സംസം എന്നിട്ട് ഞാൻ കുടിക്കുകയും ചെയ്യും. ഈ വെള്ളത്തേക്ക് ഞാൻ പല പ്രാവശ്യം ഓതും, എന്നിട്ട് സുമ്മ അശ്റബുഹു പിന്നെ ഞാനത് കുടിക്കും. ഒരുപാട് രോഗം ഇങ്ങനെ മാറിയിട്ടുണ്ട്, പൂർണ്ണമായി മാറും. പല ജാതി വേദനകളും ഇങ്ങനെ ഈ ഒരൊറ്റ മരുന്ന് കാരണം ഇല്ലാതെയായി ശിഫ നൽകി ലഭിച്ചിട്ടുണ്ടെന്ന് ലോകപ്രശസ്ത പണ്ഡിതനായ അതിനെ ഇബ്നുൽ ഖയ്യിമിനെ തന്നെ തിരഞ്ഞെടുക്കാൻ കാരണം ഇബ്നു തൈമിയ്യയുടെ ശിഷ്യനാണ് അദ്ദേഹം വരെ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശ്രദ്ധിക്ക അല്ലാഹു നാഫിയായ ഇൽമിനെ തരട്ടെ. വേറൊരു ഹദീസ് സ്വഹീഹുൽ ബുഖാരി, വേറൊരു ഹദീസ് അൻ അബി ഹംസ റളിയല്ലാഹു അൻഹു കുന്തു ജാലിസു ഇൻദ ഇബ്നു അബ്ബാസ്. ഇബ്നു അബ്ബാസ് തങ്ങളുടെ അടുത്ത് ഞാൻ ഇരിക്കുകയായിരുന്നു. അബൂ ഹംസ റളിയല്ലാഹു അൻഹു പറയുന്നു അപ്പൊ എനിക്ക് പനിയാണ്. അപ്പോൾ ഫഖാല നോട് ഇബ്നു അബ്ബാസ് പറഞ്ഞു നിനക്ക് സംസം വെള്ളം കുടിച്ചൂടെ എന്ന് പറഞ്ഞു. സ്വഹീഹുൽ ബുഖാരി. എന്തുകൊണ്ട്? ഖാല റസൂലുള്ളാഹി ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞു അൽ ഹുമ്മാ മിൻ ഫൈഹി ജഹന്നം നരകത്തിന്റെ കെടുതികളിൽപ്പെട്ടതാണ് പനി എന്ന് പറയുന്നത്. ഈ ഭൂമിയിലെ പനി എന്ന നരകശിക്ഷയുടെ ഒരു ഭാഗമാണ്, നരകത്തിന്റെ ശ്വാസത്തിന്റെ ഭാഗമാണ്, നരകത്തിൻ്റെ എൻ്റെ ശിക്ഷകളുടെയും മറ്റും ഒരു ഭാഗമാണ് പനി. വളരെ ആപത്തുള്ള രോഗമാണ് പനി. പനിയിലാണല്ലോ ഹബീബ റസൂലുള്ളാഹി. മാത്രമല്ല പനിന്റെ പ്രത്യേകത ഏത് രോഗം ഉണ്ടെങ്കിലും പനി ഉണ്ടാവും എന്നതാണ്. അത്രയും വലിയ രോഗങ്ങളുടെ സയ്യിദാണ് ആര്? പനി. അതുകൊണ്ട് പനി ഉണ്ടായാൽ ഹബീബ റസൂലുള്ളാഹി പറഞ്ഞു അത് നരകത്തിന്റെ ശരിക്കണം കേട്ടോ, നരകത്തിന്റെ ചൂടാണ് എന്ത്? പനി. അങ്ങനെയൊക്കെയാണോ? ഞങ്ങളോട് പറഞ്ഞ ബുഖാരിന്റെ ഹദീസാണ്. അങ്ങനെയൊക്കെ ആണ് എന്ന് വിശ്വസിക്കണവർക്കാണല്ലോ എന്ത് പറയാ? മുഅ്മിൻ എന്ന് പറയാ. അല്ലാത്തവർക്ക് എങ്ങനെ മുഅ്മിൻ എന്ന് പറയാ? ഇത് വിശ്വസിക്കണവർക്കാ മുഅ്മിൻ. ബുദ്ധി കൊണ്ട് അവിടെ നിന്ന് ആലോചിക്കണ്ട. അല്ലെങ്കിലും ഇസ്ലാമിലെ പല കാര്യങ്ങളും അവന്റെ ബുദ്ധി കൊണ്ട് നടക്കൂല. എന്ത് നടക്കും? സ്വർഗം വല്ല ബുദ്ധിയിൽ നടക്കുന്ന കാര്യ. മാമിൻ ഷജറത്തിൽ ജന്നത്തി ഇല്ലാ വസാഖുഹാ മിൻ ദഹബിൻ. സ്വഹീഹുൽ ബുഖാരി, സ്വഹീഹ് മുസ്ലിം. ഹദീസ് അർത്ഥം വെച്ച് പോവുക. ഒരു ഹദീസ് അർത്ഥം വെച്ച് പോവുക. അല്ലാഹുവിന്റെ റസൂൽ പറയാണ് സ്വർഗത്തിലെ എല്ലാ മരവും സ്വർണം കൊണ്ടാണ്. ബുഖാരിയിലുണ്ട്, മുസ്ലിമിലുണ്ട്. മനസ്സിലാവണില്ല? ഉറങ്ങിയോ? ജ്വല്ലറി കൊടുവള്ളിക്കാരൊക്കെ ഉണ്ടാവും ഒരു പക്ഷേ. ഇവിടെ വലിയ ജ്വല്ലറിക്കാരൊക്കെ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ അവിടെ ജ്വല്ലറി പണിക്ക് പോയാൽ മതിയല്ലോ നമുക്ക് ചിന്ത ഉണ്ടാവും. സ്വർഗത്തിലെ എല്ലാ മരവും സ്വർണ്ണാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ടോ ഞാൻ വിചാരിച്ചു ഈ സ്വർണ്ണാണെന്ന് പറഞ്ഞാൽ അത് സ്വർണ്ണം ഇങ്ങനെ കൃത്രിമമായിട്ട് ഉണ്ടാക്കി വെച്ചാൽ അല്ല. അതിൽ പൂവുണ്ട്, അതിൽ ഒന്ന് പറയും മനുഷ്യന്മാരെ കായുണ്ട്. അങ്ങനെയല്ലേ പറഞ്ഞു. പഴക്കുലകൾ തൂങ്ങി നിൽക്കും, തണലുകൾ മനോഹരവുമായിരിക്കും. പഴക്കുലകളോ നിനക്ക് സൗകര്യപ്പെട്ട് തൂങ്ങി നിൽക്കുകയും ചെയ്യും. അങ്ങനെയല്ലേ പറഞ്ഞത്? എന്ത്? അപ്പൊ പഴമുണ്ട്, കായുണ്ട്, എല്ലാം ഉണ്ട്. എന്തുവാണ്? സ്വർണ്ണമാണ്. മാമിൻ ഷജറത്തിൽ ജന്ന ഇല്ലാ വസാഖുഹാ മിൻ ദഹബിൻ.
സ്വർണത്തിൻ്റെതല്ലാത്ത ഒരു വൃക്ഷവും സ്വർഗത്തിലില്ല. മുഹമ്മദ് നബി സ്വഹീഹുൽ ബുഖാരി മുസ്ലിം ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന് ബുദ്ധി കൊണ്ട് വ്യാഖ്യാനിച്ചാൽ കുറച്ച് ആളുകൾ ഇരുന്നിട്ട്. അതുകൊണ്ട് അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ് എന്നിട്ടാണ് വയുഖീമൂനസ്സലാഹ് എന്ന് പറഞ്ഞു. ഒന്നാമതായി വേണ്ടത് അല്ലദീന 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 യുഅ്മിനൂന ബിൽ ഗൈബ്. ഒന്നാമതായി വേണ്ടത് വിശ്വാസം, എന്നിട്ടാണ് നമസ്കാരം. വിശ്വാസമില്ലാതെ നമസ്കരിച്ചപ്പോഴാണ് മുനാഫിഖീങ്ങൾക്ക് ഫവൈലുൻ ലിൽ മുസല്ലീൻ വൈൽ എന്ന നരകക്കുണ്ട് ലഭിച്ചത്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ ഹബീബായ നബി പറഞ്ഞു നരകത്തിന്റെ ചൂടിൽപ്പെട്ടതാണ് പനി എന്ന് പറയുന്നത്. അതുകൊണ്ട് സ്വർഗമാണല്ലോ നരകത്തിന് പരിഹാരം. ഫബിരിദൂഹാ ബിമാഇ സംസം. ചേരുവത്തിലെ കോമ്പിനേഷൻ ക്ലിയർ ആയില്ല, നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? നരകത്തിന്റെ ചൂടാണ് എന്ത്? പനി. സ്വഹീഹുൽ ബുഖാരി. അതിന് ഇനി പകരെന്താ? നരകത്തിലെ ചൂടിന് പകരെന്താ? സ്വർഗത്തിലെ പാനീയം. എന്നെ പനിയുള്ളവർ സംസം കുടിക്കണമെന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹീഹുൽ ബുഖാരി ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ എല്ലാവർക്കും. എങ്ങനെ നല്ല രസമുണ്ട്. അബ്ബലുമായി ഹുമലു അലൈഹി കൈഫിയത്തു തബ്രീദിൽ ഹുമ്മ. അസ്മാ ബീബി റളിയല്ലാഹു അൻഹാ അവരെന്ത് ഇന്നമാക്കാൻ തർശു അലാ ബദനിൽ മഹ്മൂമി. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകളെ തൊട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഫത്ഹുൽ ബാരി. ഇവിടെ ബുഖാരി വിശദീകരിച്ചിട്ട് ഫത്ഹുൽ ബാരി പറയുന്നുണ്ട് അസ്മാ ബീവി അഥവാ സിദ്ദീഖുൽ അക്ബറിന്റെ മകളാണ് റളിയല്ലാഹു അൻഹുമാ, അഥവാ ആയിഷ ബീവിയുടെ ജ്യേഷ്ഠത്തിയാണ് റളിയല്ലാഹു അൻഹാ. ആയിഷ ബീവിയുടെ ജ്യേഷ്ഠത്തിയായ അസ്മാ ബീവി വീട്ടിലാർക്കെങ്കിലും പനിച്ചാൽ എന്ത് ചെയ്യുന്നറിയോ? തെറുഷു അലൈഹി അലാ ബദനിഹിൽ മിനൽ മാഇ മിൻ മാഇ സംസം. കുറച്ച് സംസം വെള്ളം കൊടയും നെറ്റിയിലിടുക, കൊടയ കുറച്ചങ്ങോട്ട് കുടിക്കാനും കൊടുക്കുക. ഇത് അവരെ പതിവായിരുന്നു. എന്തിന് അസ്മാ ബീവിയുടെ മകനായ അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ മരണപ്പെട്ടപ്പോൾ കുളിപ്പിച്ചതിന് ശേഷം അവരെന്ത് ചെയ്തു? അവസാനത്തെ കുളി സംസമിലാക്കി എന്ന് ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നു. അഖ്ബാർ മക്ക ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അനസ്മാ ബിൻത് അബീ ബക്കർ അന്നഹാ വസ്സലത്ത് വലദഹ. അബ്ദുല്ലാഹ് ഇബ്നു സുബൈറിനെ കുളിപ്പിച്ചു ഖബല ദഫനിഹി ബിമാഇ സംസം. അഥവാ സംസം വെള്ളം ഉണ്ടെങ്കിൽ സുന്നത്താണ്. എന്ത്? പക്ഷെ ഒരു പ്രശ്നമുണ്ട്. എന്ത്? നേരത്തെ എല്ലാ കുളിയും കഴിഞ്ഞിട്ട് പൂർണ്ണമായി ശുദ്ധി. നിങ്ങൾക്ക് മനസ്സിലാവുണ്ട് പറഞ്ഞത്? ഒരിക്കലും അശണ്ടകളെ വൃത്തികെട്ട സാധനങ്ങളെ സംസം കൊണ്ട് ഉപയോഗിക്കാൻ പാടില്ലാത്തതാവുന്നു. വൃത്തികെട്ട സാധനത്തിൽ ഉപയോഗിക്കാൻ പാടില്ല. അഥവാ ഒരാള് മൂക്ക് പിഴിഞ്ഞു എന്നിട്ടാ പിന്നെ കൈ വൃത്തിയാൻ വേണ്ടി എന്ത് ചെയ്തു? സംസം കൊണ്ട് കഴിക്കാൻ പാടില്ല. ഇസ്തിഗ്ഫാഫൻ കാഫിറാവും. ഇസ്തിഗ്ഫാഫൻ അതിനെ നിസ്സാരപ്പെടുത്തിക്കൊണ്ടാണെങ്കിൽ കാഫിറാവും. അറിയാതെയായാൽ പോലും ഹറാമാണ്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. വളരെ ശ്രദ്ധിക്കണം, വളരെ ചിന്തിക്കണം, അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. അപ്പം എല്ലാം കഴിഞ്ഞിട്ട് സംസം കൊണ്ടൊന്ന് പൊതിയാൻ കഴിയുമെങ്കിൽ വളരെ നല്ല പ്രവർത്തനമാണ് എന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്വഹാബികൾ അങ്ങനെ ചെയ്തിരുന്നു. പ്രഗൽഭ സ്വഹാബിയത്താണ് അസ്മാ ബിൻത് അബീ ബക്കർ റളിയല്ലാഹു അൻഹ. ഇനി കേട്ടോളൂ മറ്റൊരു പ്രത്യേകത. ഇപ്പം എത്ര പ്രത്യേകത പറഞ്ഞു? ഒന്ന് ഭക്ഷണം എന്നാണ്, പിന്നൊന്ന് മരുന്നാണ്. ഏത് രോഗത്തിനും മരുന്നാണ്. ഇനി മൂന്നാമത്തെ ഇങ്ങോട്ട് കേട്ടോളൂ. മൂന്നാമത്തത് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫത്ഹുൽ ബാരി. എല്ലാം ഇത് ഇബ്നു മാജ, ബൈഹഖി, ഫത്ഹുൽ ബാരി, സാദുൽ മഅദ് ഒക്കെ ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്വഹീഹ് ബുഖാരിന്റെ താഴെ ഫത്ഹുൽ ബാരി അടക്കം എല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താ ഹദീസ്? കേട്ടോളൂ. മാഉ സംസമിൻ ലിമാ ശുരിബ ലഹു. മാഉ സംസമിൻ ലിമാ ശുരിബ ലഹു. ശരിക്കാ. ഇപ്പൊ ഞാൻ രണ്ട് കാര്യം പറഞ്ഞു. ഒന്ന് മരുന്നാണ്, ഒന്ന് ഭക്ഷണം. ഇനി പറയാൻ പോണത് അതൊന്നും അല്ല, അതിന്റെ അപ്പുറം. മാഉ സംസമിൻ ലിമാ ശുരിബ ലഹു. സംസം എന്ന് വെള്ളം എന്ന് പറയുന്നത് ലിമാ ശുരിബ ലഹു, അതെന്തിനു വേണ്ടി കുടിച്ചോ അതിനുള്ളതാകുന്നു. മനസ്സിലായില്ല? എന്തിനു വേണ്ടിയാണോ കുടിച്ചത്? എന്തിനാണോ കുടിച്ചത് അതിനാണ്. അങ്ങനെയാണ്. ഒരാൾ പഞ്ചായത്തിലേക്ക് മെമ്പർ ആവാൻ നോമിനേഷൻ കൊടുക്കാൻ പോയപ്പോൾ എന്ത് ചെയ്തു? നിങ്ങൾ പറയുമ്പോൾ എന്താ നിങ്ങൾക്ക് മടി? എന്തിനാ മനുഷ്യനെ മടിക്കണം? ഒരാൾ ഉദ്യോഗത്തിന് ഇന്റർവ്യൂവിന് വേണ്ടി പോകുമ്പോൾ എന്ത് ചെയ്തു? വെള്ളം കുടിച്ചു. അവൻ എന്തിനാ കുടിച്ചത്? അങ്ങനെയാണ്. ഒരു പെണ്ണിനെ കാണാൻ പുതിയാപ്പിള കാണാൻ വരുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ അവർ കുറച്ച് സംസം കൊടുത്തു. എന്തിനാ കൊടുത്തത്? ഒന്ന് സഹകരിക്കും മനുഷ്യന്മാരെ. ഈ അരീതിന് വായനല്ലേ അത്? അതെന്തിനാ കൊടുത്തത്? അവളെ തൃപ്തിയാവാൻ. അങ്ങനെ തന്നെ. സംസം വെള്ളം നീ എന്തിനു കുടിച്ചോ അതിനു വേണ്ടിയുള്ളതാവുന്നു. എന്തിനാ കുടിച്ചത്? ഞാനല്ല, എന്തിനാണ് അതിനുള്ളതാ.
നോക്കൂ നിങ്ങൾ, ഇമാം തുർമദി തന്റെ നവാദിറുൽ ഉസൂൽ രേഖപ്പെടുത്തുന്നു, ഫശാരിബു ലിസംസമിൻ ഇൻ ശരിബഹു ലിശിബഇൻ അശ്ബഅഹുല്ലാഹ്. ഒരാൾ വയറ് നിറയാൻ വേണ്ടി സംസം കുടിച്ചാൽ അത് ആരോഗ്യകരമായ ഭക്ഷണമാവുന്നതാണ്. ഇമാം തുർമദി നവാദിറുൽ ഉസൂൽ പറയുന്നു. ശ്രദ്ധിക്കുക, ചില ഉദാഹരണങ്ങൾ പറയാം. ഒന്ന്, വയറ് നിറയാൻ വേണ്ടി കുടിച്ചാൽ അത് വയറ് നിറയുന്ന ഭക്ഷണമാവുന്നു. ദാഹം തീരാൻ വേണ്ടി കുടിച്ചാൽ അത് ദാഹത്തിനുള്ളതാവുന്നു. രോഗശമനത്തിന് വേണ്ടി കുടിച്ചാൽ അത് രോഗം മാറാനുള്ളതാവുന്നു. ചീത്ത സ്വഭാവം മാറിക്കിട്ടാൻ വേണ്ടി കുടിച്ചാൽ ഹസ്സനഹുല്ലാഹ്. മനസ്സിലായില്ല? അതിന് മരുന്ന് എന്തേ ഉള്ളൂ എന്നറിയോ? ആരും കാണാതെ കുറച്ച് ഓരോരുത്തർക്കും അറിയാലോ. എനിക്ക് അത്യാവശ്യമൊക്കെ മനസ്സിലാവണം, അത്യാവശ്യമൊക്കെ നിങ്ങൾ പറയും മനുഷ്യന്മാർ ചീത്ത സ്വഭാവം ഉണ്ട്, അവനാനറിയാലോ. അത് മാറിക്കിട്ടാൻ എന്താ ഹസ്സനഹുല്ലാഹ്. എന്റെ ചീത്ത സ്വഭാവം ഉണ്ടായാൽ ചീത്ത സ്വഭാവമുള്ളവന് ദീനുണ്ടാവില്ല. അദ്ദീനു ഹുസ്നുൽ ഖുൽഖ്, ദീൻ എന്നാൽ സൽസ്വഭാവമാണ് എന്ന് മുഹമ്മദ് നബി അങ്ങനെയാ പറഞ്ഞത്. അദ്ദീനു ഹുസ്നുൽ ഖുൽഖ് എന്നാ പറഞ്ഞത്. അക്സറു മാ ഫിൽ മീസാൻ അസ്ഖലു മാ ഫിൽ മീസാൻ, തുലാസിൽ ഏറ്റവും കനം കൂട്ടുന്ന സാധനം അൽ ഖുലുഖുൽ ഹസനു, സൽസ്വഭാവമാണെന്ന് മുഹമ്മദ് നബി. അങ്ങനെ തുലാസിൽ ഏറ്റവും കനം കൂട്ടുന്ന സാധനം മറ്റൊന്നുമല്ല, സൽസ്വഭാവം. അപ്പോൾ ഒരാൾക്ക് സൽസ്വഭാവമല്ല ചീത്ത സ്വഭാവമാണെങ്കിൽ എന്ത് ചെയ്യുക? നിങ്ങൾ പറയും സംസം വെള്ളം കുടിക്കുക, ഉള്ളിലേക്കാണ് പോട്ടെ, ചീത്ത സ്വഭാവം മാറി നന്നാവും. ഒരാളുടെ ഹൃദയത്തിന്റെ കട്ടി, ഹൃദയത്തിൻ്റെ ഒരു കുടുസ്, അങ്ങനത്തെ അയൽവാസി മറ്റൊന്നും അംഗീകരിക്കാനാണ് കഴിയണില്ല. ഒരു ഹൃദയത്തിന്റെ കുടുസ് അങ്ങനെയാണ്. ചില ആളുകൾക്ക് എത്ര അങ്ങോട്ട് ക്ഷമിച്ചാലും ക്ഷമിക്കാൻ കഴിയില്ല. അങ്ങനെയാണ്. അതിന് നരകം വാങ്ങാനും തയ്യാറാണ്. അങ്ങനെയാണ്. എന്നോടൊരാൾ ഒരു 2 മാസം മുമ്പ് എന്നോടൊരാൾ പറഞ്ഞു, അയാളുടെ അയൽവാസി, 2 അയൽവാസികൾ തമ്മിൽ തെറ്റിയത്രേ. അപ്പോൾ മൂന്നാമത്തെ ഒരാളോട് പറഞ്ഞു, നിങ്ങൾ റമദാനൊക്കെ അല്ലേ വരുന്നത്, നിങ്ങളൊന്ന് ലോകത്തിലാവും. അപ്പം ആ കേട്ട ആൾ പറഞ്ഞത്രേ, ഞാൻ തൽക്കാലപ്പതിന് ഒരുങ്ങല്ല, ഏറി വന്നാൽ നരകല്ലേ കിട്ടുള്ളൂ. മനസ്സിലായില്ല? ഇതിനോട് ഏകദേശം കൊടുവള്ളി ഓമശ്ശേരിൻ്റെ പരിസരത്ത് നിന്ന് ഒരാൾ ഫോൺ ചെയ്ത് പറഞ്ഞതാണ്. ഏകദേശം ഒരു 1.5 മാസം 2 മാസത്തോളായി. സ്റ്റേഷൻ വിട്ടിട്ടുണ്ടാവും അപ്പം തന്നെ. മനസ്സിലായില്ല? സ്റ്റേഷൻ വിട്ടു. അത് പറഞ്ഞാൽ അപ്പം കഫറോ, അപ്പട് കഫറ. ഒരാൾ റിള ബിന്നാർ, നരകം കൊണ്ട് തൃപ്തിപ്പെട്ടാൽ അപ്പോൾ കഫറോ. അങ്ങനെയാണ്. ഇതിനേക്കാൾ വലിയ രസം ഈ ഫോൺ എനിക്ക് ചെയ്തത് ഒരു പെണ്ണാണ്. അതിനേക്കാൾ വലിയ രസം ഈ വാക്ക് പറഞ്ഞത് ഒരു പെണ്ണാണ്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഈ പെണ്ണ് എനിക്ക് ഫോൺ ചെയ്തിട്ട് പറഞ്ഞു, 2 അയൽവാസി പെണ്ണുങ്ങൾ തമ്മിൽ തെറ്റിയപ്പോൾ എനിക്കന്ന് കൊടുവള്ളിക്കടുത്തൊരു പരിപാടിയുണ്ട്, അപ്പോൾ നിങ്ങൾ ആ കാര്യം ഒന്ന് സൂചിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പെണ്ണ് എനിക്ക് ഫോൺ ചെയ്തത്. നിങ്ങളൊന്ന് ഇത് എന്തെങ്കിലും ഒന്ന് പറയണം എന്ന് പറഞ്ഞിട്ട് ആ പെണ്ണ് ഫോൺ ചെയ്തിട്ട് പറഞ്ഞു, 2 അയൽവാസി പെണ്ണുങ്ങൾ തെറ്റിയപ്പോൾ ഒരു പെണ്ണ് മറ്റേ പെണ്ണിനോട് പറഞ്ഞു, നിങ്ങളൊന്ന് മിണ്ടിൻ. അപ്പോൾ ആ കൂട്ടത്തിൽ ഒരു പെണ്ണ് പറഞ്ഞത്രേ, ഏറി വന്നാൽ നരകല്ലേ കിട്ടുള്ളൂ. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. കഫറോം, അപ്പോൾ കഫറോം, അസക്കല് കഫറോം. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഞാൻ ഉദാഹരണം പറഞ്ഞതാണ്, ഒന്നും വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ല. അത്തരം വാക്കുകളെ തൊട്ട് അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അങ്ങനെ മനുഷ്യൻ്റെ അവസ്ഥ അങ്ങനെയാണ്. ഹൃദയത്തിന്റെ കുടുസ്. അതിനുവേണ്ടി കുടിച്ചാൽ അവന്റെ ഹൃദയത്തിന് അള്ളാഹു വിശാൽ നൽകും. ഹൃദയ വിശാലതയാണല്ലോ ദീൻ. അതുകൊണ്ടാണ് റബ്ബിശ്റഹ്ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഇത് മൂസ നബിയുടെ പ്രാർത്ഥനയാണ് എന്ന് സൂറത്തു ത്വാഹ രേഖപ്പെടുത്തിയിട്ടുണ്ട്. റബ്ബിശ്റഹ്ലി സ്വദ്രി വയസ്സിർ ലി അംരി. അങ്ങനെയല്ലേ? ഒരൊറ്റാട്ടിക്കാണ് കൊന്നത് ഒരാള്. ഒറ്റാട്ടിക്കാണ് കൊന്നു ഒരാള്. ആര്? അള്ളാഹിനോട് പിന്നെ പ്രാർത്ഥിച്ചു, റബ്ബേ എനിക്ക് ദേഷ്യം വന്നതുപോലെയാ. 1.5 ദേഷ്യം ഉണ്ടാവും. അടിച്ചിട്ട് കൊന്നു. ഒറ്റാട്ടിക്കാണ് എന്നിട്ട് കൊന്നുപോയത് ഒരാള്. അതുകൊണ്ട് റബ്ബിശ്റഹ്ലി സ്വദ്രി, എന്റെ ഹൃദയത്തിന് നീ വിശാലത നൽകണമേ. മുഹമ്മദ് നബിയുടെ പ്രത്യേകതയും ഹൃദയ വിശാലതയായതുകൊണ്ടാണല്ലോ അലം നശ്റഹ് ലക സ്വദ്റക എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് ഹൃദയ വിശാലത നൽകി. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അങ്ങനെയാണ്. പിന്നെ
മനസ്സിന്റെ ധാരാളിത്തത്തിന് വേണ്ടി ഒരാൾ കുടിച്ചാൽ ഗനാഹുല്ലാഹ്, മനസ്സിന്റെ ഒരാള് അത്യാഗ്രഹം തീരുന്നില്ല, എത്ര കിട്ടിയിട്ടും തീരൂല. അങ്ങനെ ഉണ്ടല്ലോ ചില ആളുകൾ. നാല് പറവകളുടെ സ്വഭാവം പാടില്ല മമ്പറന്തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വലിയ മഹാനായിരുന്നു അവർ റളിയല്ലാഹു അൻഹു. അങ്ങനെയാ മമ്പറന്തങ്ങളെ കവിത. നാല് പറവകളുടെ സ്വഭാവം മനുഷ്യനുണ്ടാവരുത്. ഒന്ന് തൗസ്, തൗസ് മയില്. എന്താ മയിലിന്റെ സ്വഭാവം? രണ്ടടി അങ്ങോട്ട് വെച്ചാൽ അപ്പുറപ്പുറം തിരിഞ്ഞു നോക്കും. സൗന്ദര്യബോധം, അമിത സൗന്ദര്യബോധം നല്ലതാണ്, പക്ഷേ അമിതമായ സൗന്ദര്യബോധം. രണ്ടടി നടന്നാൽ തിരിഞ്ഞു നോക്കും. അങ്ങനെയാണ് മയിലിനെ കണ്ട ആളുകൾക്കൊക്കെ രണ്ടടി വെച്ചാൽ അങ്ങനെയാണ്. മൃഗശാലയിലെ മയിലിന് കഴിയില്ല, അത് സാധുവായി ജീവൻ പോകാനായ മയിലാണ്. നിങ്ങൾ ആ ഗൂഡല്ലൂർ ഭാഗത്തൊക്കെ ഒന്ന് പോയി നോക്കാം. ആ തൊപ്പക്കാട്ടിലൊക്കെ ഇങ്ങനെ ഇടക്കിടക്ക് മയിലിനെ കാണും. ഞാൻ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ബാംഗ്ലൂർ പോയപ്പോൾ അതിന് വേണ്ടി മാത്രം അതുവഴി പോയി. നല്ല രസമുള്ള മയിലൊക്കെ ഒന്ന് കണ്ടാൽ അങ്ങനെ 2 അടി വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞു നോക്കും. ഒന്ന് തൗസ്, 2 ദീഖ് കോഴി. എന്താ കോഴിന്റെ സ്വഭാവം? തീർത്താൽ തീരാത്ത വൈകാരിക ചിന്ത, വികാരം അവസാനിക്കും എപ്പോഴും. അതിന് വികാരജീവി, അത്ര വലിയ വികാരജീവി, വൈകാരികര മനുഷ്യനുള്ള. സുജിനലിന്നാസ് ബിശ്ശഹവാതി മിനൻ നിസാഇ വൽ ബനീൻ വൽ ഖനാതീരിൽ മുഖന്തറതി മിനൽ ദഹബി വൽ ഫിദ്ദ. സ്ത്രൈണാഭിനിവേശം അല്ലാഹു മനുഷ്യന് നൽകിയ അലങ്കാരമാണ്. പക്ഷേ അമിതാകരുത്. ദീക്കിന് കോഴിക്കട് വല്ലാതെ അമിതാണ് പാടില്ല. 2. പിന്നെ ഉറാബ്, ഉറാബ് ഉറാബ്. എന്താ ഉറാബിന്റെ? ഉറാബ് പറഞ്ഞാല് കാക്ക. എന്താ കാക്കന്റെ സ്വഭാവം? കാക്കക്ക് ആഗ്രഹം തീരുന്ന സമയം ഇല്ല. തിന്നും ഒഴിക്കും, തിന്നും ഒഴിക്കും. എപ്പോഴാണ് തീറ്റ നിർത്തിയൊന്നില്ല, എപ്പോഴാണ് ഒഴിക്കൽ നിർത്തിയൊന്നില്ല. അതുകൊണ്ടാണല്ലോ ലോകത്തെ ഏത് പക്ഷികളുള്ള വൃക്ഷച്ചോട്ടിൽ നിൽക്കാവുന്നതാണ്. കാക്ക കൂട് കെട്ടിയ വൃക്ഷച്ചോട്ടിൽ എന്നാൽ കുഴപ്പമൊന്നുമില്ല, എക്സ്ട്രാ ഒരു കുപ്പായം കൂടെ എഴുതേണ്ടി വരും. അങ്ങനെയാണ്, അങ്ങനെയാണ്. അപ്പം നോക്ക്, അത്യാഗ്രഹം, തീരാത്ത അത്യാഗ്രഹം പാടില്ല. നാലാമത്തത് നസ്ർ. നസ്ർ എന്നാൽ പരുന്ത്. പരുന്തിനെപ്പോഴും മേലെയാവണം. അപ്പൊ എന്നതുപോലെ ചിന്തിക്കുക. എന്നതുപോലെ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് നോക്കൂ, നിങ്ങൾ മനസ്സിനൊരു ആഗ്രഹം തീരണം ഒരാൾക്ക് എപ്പോഴും. ലൗ കാന ലിബ്നി ആദമ വാദിയാനി മിൻ മാലിൻ ലബ്തഗാ സാലിസ. 2 മലഞ്ചരിവ് നിറയെ ധനം ലഭിച്ചാലും ഈമാൻ തടിയിലില്ലാത്തവർ മൂന്നാമത്തത് തേടി ഓടുമെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹീഹ് മുസ്ലിം ഈ ഹദീസ് രേഖപ്പെടുത്തി. മനസ്സിലായോ? 2 മലഞ്ചരിവ് നിറയെ സ്വർണം കിട്ടിയാലും അത് നോക്കൂല, കൊണ്ടെന്ന് വെച്ച നോക്കൂല. ലബ്തഗാ സാലിസ, മൂന്നാമത്തെ തേടി ഓടുമെന്ന് മുഹമ്മദ് നബി. അത് പാടില്ലാത്തതാണ്, ശ്രദ്ധിക്കുക. അപ്പൊ അതിനു വേണ്ടി, ഗിനക്ക് വേണ്ടി, മനസ്സിന്റെ ധാരാളിത്തത്തിന് വേണ്ടി കുടിച്ചാൽ അങ്ങനെയാണ്. ഏതാവശ്യത്തിന് വേണ്ടി കുടിച്ചാലും അള്ളാഹ് നിർവഹിച്ചു കൊടുക്കും. ഒരു ബുദ്ധിമുട്ടിന് വേണ്ടി കുടിച്ചാൽ അള്ളാഹ് അത് നിർവഹിച്ചു കൊടുക്കും. അള്ളാന്റെ സഹായത്തിന് വേണ്ടി, ലഭിക്കാൻ വേണ്ടി കുടിച്ചാൽ അള്ളാഹു തആല അവനെ സഹായിച്ചു കൊടുക്കും. ഏതൊരു നന്മക്ക് വേണ്ടി ഒരാൾ കുടിച്ചാൽ ആ കാര്യം അല്ലാഹു നിർവഹിച്ചു കൊടുക്കും. അവൻ അല്ലാഹുവിന്റെ ഏറ്റവും പവിത്രമായ ഒരു കാര്യം കൊണ്ടാണ് അല്ലാഹുവിനോട് ചോദിച്ചിട്ടുള്ളത്. സ്വർഗം കൊണ്ടാണ് അയാൾ അല്ലാഹുവിനോട് ചോദിച്ചിട്ടുള്ളത് എന്നതാണ് കാര്യം. അല്ലാഹു അയാൾക്ക് നിർവഹിച്ചു കൊടുക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി പഠിപ്പിച്ചത്. ഇമാം തുർമദി തന്റെ നവാദിറുൽ ഉസൂലിൽ രേഖപ്പെടുത്തിയതാണ്, എന്റെ വകയല്ല. ശ്രദ്ധിക്കുക. നോക്കൂ നിങ്ങൾ. അനാഫിൽ റിയാഉദ്ദീൻ അൽ-മുഖദ്ദസി ഖാല حدثنا عبد العزيز الهاشمي كنت بمكة فركبت البحر ومعي من ماء زمزم فكان الموج إذا ارتفع
ورششت عليه من ماء زمزم فيسكن حافظ الدمشق رضي الله عنه രേഖപ്പെടുത്തുന്നു കപ്പൽ യാത്ര ചെയ്തപ്പോൾ കാറ്റിലും കോളിലും അകപ്പെടുകയും കപ്പൽ മുങ്ങാനൊരുങ്ങുകയും ചെയ്തപ്പോൾ കൂടെയുള്ള ഞങ്ങളെ കൂട്ടത്തിലെ സ്വാലിഹായ മനുഷ്യൻ ഒരിക്കൽ കപ്പലിൽ സംസം വിതറുകയും കപ്പൽ രക്ഷപ്പെടുകയും ചെയ്യുകയുണ്ടായി. അതുവരെ അനുഭവിച്ച മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതാ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് അന്ധവിശ്വാസം തോന്നുന്നു. അങ്ങനെയൊക്കെ ഉണ്ടാവാം. എല്ലാം നടക്കാൻ എന്തുകൊണ്ട് 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 എന്തുകൊണ്ടെന്ന് ഇനി ചോദിക്കേണ്ട ആവശ്യമില്ല. ഒരാളൊരു കട തുടങ്ങാൻ വേണ്ടി പോവാ, നാടാടെ ഒരു കടയെ കച്ചവടം തുടങ്ങാം. എന്താ നല്ലത്? അന്ന് രാവിലെ സുബഹി നിസ്കരിച്ചിട്ട് ശേഷം സംസം വെള്ളം കുടിച്ചു പോകാം. എന്തിനു വേണ്ടിയാ സംസം വെള്ളം കുടിച്ചത്? ഹാലാസ്. ഏത് കാര്യം അതന്നെ വേണ്ടത്. ഹജ്ജിന് പോകാൻ വേണ്ടി പാസ്പോർട്ട് കൊടുക്കാൻ പോയി, എന്ത് കാര്യം ഗൾഫിലേക്ക് വിസ കൊടുക്കാൻ വേണ്ടി പോയി, എന്താണെങ്കിലും ഏതു കാര്യത്തിന് വേണ്ടിയാ സംസം കുടിച്ചാൽ അത് നടക്കും. ഒരു കാര്യം കൂടി പറയട്ടെ, കൂട്ടത്തിലൊരു കാര്യം കൂടി പറയട്ടെ, നേരം പോകുമോ? ഒന്നും ഇതിന്റെ വേറൊരു പ്രത്യേകതയാണ് യാസീൻ. ഏതു കാര്യത്തിന് വേണ്ടി ഓതിയാൽ ആ കാര്യത്തിന് വേണ്ടിയുള്ളതാണ്. മനസ്സിലായില്ല? ഏത് കാര്യത്തിന് വേണ്ടിയാണ് ഒരാൾ യാസീൻ ഓതിയത് അത് നടക്കും. യാസീൻ ഓതി എന്റെ പറഞ്ഞ അത് നടക്കും. സൂറത്തു യാസീൻ, സൂറത്തു യാസീൻ ലിമാ ഖുരിഅത് ലഹു. ചൊല്ലിക്കുക, അല്ലാഹു നാഫിയായ ഇൽമിനെ തരട്ടെ എന്ന് ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങൾ ഫത്ഹുൽ ബാരി പറയണ്ടേ, ചില ആളുകൾക്കൊരു ധാരണ ഉണ്ട്, ഇങ്ങനെയൊക്കെ ശരിയാണെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് എന്താ കിട്ടാത്തത്? നോക്കൂ, നിങ്ങൾ ഇതേ വിഷയം പറഞ്ഞിട്ട് ഫത്ഹുൽ ബാരി വിശദീകരിക്കുക. ഇവിടെയൊക്കെ ഇരിക്കണവരുണ്ടാവുമല്ലോ, ഞാൻ എനിക്ക് വേണ്ടി ഇതിനു വേണ്ടി പലതൊക്കെ കുടിച്ചിട്ടുണ്ടല്ലോ എന്തേ. ഇവിടെ ഈ വിഷയം പറഞ്ഞിട്ട് ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങൾ പറയാം, വഖദ് യഖൂലു ഖായിലും, ചിലപ്പോൾ ഒരാൾ പറഞ്ഞേക്കാം ദക്കർത അന്നൽ ഹദീസൽ വാരിദത ഫിൽ ഇസ്തിശ്വാഇ സഹീഹ, നല്ല സഹിയായ ഹദീസ് തങ്ങൾ പറഞ്ഞാണ് അപ്പം നിങ്ങൾ പറഞ്ഞത്. എന്നാൽ ഹുനാക അഖ്ബാറു കസീറ ഫി ഹുസൂലിൽ മുറാദി വൽ മത്ലൂബി ലിമൻ ശരിബ മാ സംസം, നല്ലതാണ് സംസം വെള്ളം കുടിച്ചാൽ ഏത് കാര്യം നടക്കുന്നൊക്കെ നിങ്ങൾ പറഞ്ഞു. പക്ഷേ എത്ര ആളുകൾ കുടിക്കുന്നുണ്ട്, പക്ഷെ അവർക്ക് ഒരു ഉപകാരം കിട്ടണില്ലല്ലോ, അതെന്തുകൊണ്ട് നിങ്ങൾ ചോദിച്ചേക്കാം. എന്താ മറുപടി? ശ്രദ്ധിക്കണം കേട്ടോ, ശ്രദ്ധിക്കണം. ഒരു കാര്യത്തിന് ഇജാബത്ത് തരാം എന്ന് പറഞ്ഞാൽ തന്നെ ഇജാബത്ത് അള്ളാഹു ചിലപ്പോൾ തന്നോളണമെന്ന് ഇല്ല. ശ്രദ്ധിക്കണം. ഉദാഹരണം കഅബാലയത്തിന്റെ സിത്റിൽ തൂങ്ങിയിട്ട് കരഞ്ഞാലും ചിലപ്പോൾ കുട്ടി ഉണ്ടാവണമെന്ന് വിചാരിക്കാത്തവർക്ക് കുട്ടി ഉണ്ടായിക്കൊള്ളണം എന്നില്ല. പിറ്റത്തെ ആഴ്ച ഷിർക്കിന് തുലാഭാരത്തിന് പോയപ്പോൾ കുട്ടി ഉണ്ടായേക്കാം എന്ന് പറയണ്ട, ഉണ്ടായി എന്ന് പറഞ്ഞോളൂ. ഉണ്ടായിട്ടുണ്ടല്ലോ കേരള. എന്തുകൊണ്ട്? ഇവൻ അള്ളാഹ്ക്ക് വേണ്ടി നടക്കണവനല്ല, കുട്ടിക്ക് വേണ്ടി നടക്കണവനാണ്. അള്ളാഹ്ക്ക് വേണ്ടി നടക്കേണ്ടത്. അള്ളാഹ് അവനെ പരീക്ഷിക്കുക എന്നെ. തുലാഭാരത്തിന് പോയപ്പോൾ കുട്ടിയെ കൊടുത്തത് ആരെന്നെയാണ്? അള്ളാഹു അല്ലാതെ. അല്ലാഹു യഹബു ലിമൻ യശാഉ ഇനാസ വയഹബു ലിമൻ യശാഉ ദുകൂർ. ആൺകുട്ടികളെയും പെൺകുട്ടികളെയും തരുന്നത് ആരാവുന്നു? അള്ളാഹുവാണ്. അള്ളാഹുവാണ്. പിന്നെന്തേ? പരീക്ഷിച്ച. അപ്പൊ എന്താ എന്തേ അങ്ങനെ? അപ്പൊ ഒരു പക്ഷെ രണ്ട് കാരണം ഉണ്ടാകാം. ചില ആളുകൾ മരണം വരെ കരയാം, എന്നിട്ട് ഉത്തരം കിട്ടൂല. എന്തിനു വേണ്ടി? തത്തുല്യമായ നന്മ അള്ളാഹു പരലോകത്ത് നൽകും. മറ്റേതെങ്കിലും നിർവഹിച്ചു കൊടുക്കാൻ ഉദ്ദേശിക്കാത്ത എന്തെങ്കിലും തടസ്സം അയാളിൽ അള്ളാഹു തആല ഉദ്ദേശിച്ചിട്ടുണ്ടാവാം. അങ്ങനെയാണ്. എന്നോടൊരാൾ ഒരു സംഭവം പറഞ്ഞു. ഹദീസ് ഒന്നും അല്ല കേട്ടോ, ഒരു ഹദീസ് ഒന്നും അല്ല, പക്ഷെ എൻ്റെ മനസ്സിന് വിശ്വാസമുള്ള ഒരു സംഭവം ഒരാൾ പറഞ്ഞത് ഞാൻ നിങ്ങളോട് പറയാണ്. ഒരാൾ കുട്ടി ഉണ്ടാവാൻ വേണ്ടി ചാപ്പനങ്ങാടി ബാപ്പ മുസ്ലിയാരോട് ദ്വാരക്കാൻ പറഞ്ഞു. ചാപ്പനങ്ങാടിനെ അറിയില്ലേ? മലബാർ കണ്ട ഏറ്റവും വലിയ മഹാനായിരുന്നു ബഹുമാനപ്പെട്ട ചാപ്പനങ്ങാടി. അതായത് അക്കാലത്തെ സയ്യിദന്മാർ അദ്ദേഹത്തെ അംഗീകരിക്കാത്ത ഒരു മനുഷ്യൻ ശത്രുക്കളിൽ പോലും ഉണ്ടാവില്ല, അത്രയും മഹാനായിരുന്നു ബഹുമാനപ്പെട്ട ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ. അങ്ങനെ ബാപ്പു മുസ്ലിയാരോട് ശ്രദ്ധിക്കണം കേട്ടോ, നല്ല രസമുള്ള ഒരു സംഭവമാണ്. ദ്വാ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ ദ്വാ ചെയ്തു. കുട്ടി ഉണ്ടായില്ല. 13 കൊല്ലം കുട്ടി ഉണ്ടായില്ല. 13 കൊല്ലം കുട്ടി ഉണ്ടായില്ല. ഇയാൾ പിന്നെ അങ്ങനെ ചാപ്പനങ്ങാടിയൊക്കെ മരിച്ചുപോയി. അങ്ങനെ രസമുള്ള സംഭവമാണ്. കുട്ടി ഉണ്ടായില്ല. അയാൾ വളരെ വിഷമിച്ചു. ഒരു ദിവസം അയാളുടെ ഭാര്യയിൽ ഫാഹിഷത്ത് കണ്ടു.
ഫാഹിഷത്ത് എന്നാൽ മോശപ്പെട്ട ഒരു പ്രവർത്തനത്തിൽ ഭാര്യ ഏർപ്പെട്ടതുപോലെ ആയി അയാൾക്ക് ബോധ്യപ്പെടുകയും ആ ഭാര്യയെ അയാൾ ഒഴിവാക്കുകയും ചെയ്തു. പിറ്റേറ്റ കൊല്ലം പുതിയ കല്യാണം കഴിച്ചു, ഉടനെ കുട്ടിയുണ്ടായി. മനസ്സിലായില്ല? ഞാൻ ഉദാഹരണം പറയാണിത്. എന്തെങ്കിലും തടസ്സങ്ങളുടെ പെണ്ണ് മോശം എന്നല്ല അതിൻ്റെ അർത്ഥം കേട്ടോ, അങ്ങനെയല്ല ഞാൻ ഈ പറഞ്ഞ. ഒരു ഉദാഹരണം പറയാം അങ്ങനെയാവാം. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അയാൾക്ക് ഒരു ഷഹീദിന്റെ കൂലി അള്ളാഹു പ്രതീക്ഷിച്ചിട്ടുണ്ടാവും. എന്തുകൊണ്ട്? ഒരു ജീവിതം മുഴുവനും ഒരു കുട്ടിക്ക് വേണ്ടിയാണ് തൊലച്ചിട്ട് എന്നിട്ടും കുട്ടിയെ കൊടുക്കാതെ അള്ളാഹു അയാളെ മരിപ്പിച്ചപ്പോൾ അയാൾ ആ സ്ഥലം അള്ളാഹു ആരാക്കിയിട്ടുണ്ടാവും, ഷഹീദാക്കി. ആ ഭാര്യയും ഭർത്താവും രാവും പകലും നോക്കൂ. നിങ്ങളതല്ലേ 99ാമത്തെ വയസ്സിലല്ലേ ഇത്രയൊക്കെ പരിശുദ്ധകളും ആയ ഹജറ ബീവിയും സറാ ബീവിയും ഉണ്ടായിട്ടും 99 വയസ്സായിട്ടാണ് ആദ്യത്തെ കുട്ടീനെ ആർക്കുണ്ടായത്? ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. പിന്നെ കുട്ടി ഇല്ലാതെ ഇരിക്കൽ അങ്ങനെയൊക്കെ ഉണ്ടല്ലേ. അല്ലാഹു തആലാന്റേതാണ്. ഹബീബായ റസൂലുള്ളാഹിക്ക് 3 ആൺകുട്ടികളാണ് ഉണ്ടായത്, 3 മരിച്ചുപോയി. 3 ആൺകുട്ടികളുണ്ടായത്, 3 മരിച്ചു. ആദ്യം ഖാസിം മരിച്ചു, പിന്നെ അബ്ദുള്ള മരിച്ചു, പിന്നെ ഇബ്രാഹിം മരിച്ചു. അപ്പൊ അങ്ങനെയൊക്കെ സംഭവിക്കാം. അപ്പൊ ഒരാൾ പ്രാർത്ഥിച്ച് ഉത്തരം കിട്ടിയിട്ടില്ല എന്ന് കരുതിയിട്ട് തെറ്റിപ്പോകുന്നവൻ സത്യനിഷേധികൾക്കല്ലാതെ അള്ളാഹുവിനെ തൊട്ട് അകലാൻ കഴിയുകയില്ല എന്ന് വിശുദ്ധ ഖുർആൻ. ഖുൽ യാ ഇബാദി അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്. അപ്പോൾ ഒരുപക്ഷെ അള്ളാഹു തആല അയാൾ തടസ്സം ഉദ്ദേശിച്ചിട്ടുണ്ടാകാം. അല്ലെങ്കിലോ അയാളെ വിശ്വാസത്തിന്റെ ബലഹീനയും ആയിരിക്കും. അങ്ങനെ പല കാരണങ്ങളുണ്ടാവാം. നിന്നെ കൊണ്ട് അള്ളാഹു ഉദ്ദേശിച്ചിട്ടുണ്ടാവില്ല, അങ്ങനെയാവാം. ഫാത്തിഹ സൂറത്ത് ഓതിയിട്ട് വിഷം തീണ്ടി മരിക്കാനായ മനുഷ്യന്റെ വിഷം പോയത് ബുഖാരിയിലില്ലേ? മനസ്സിലാവണുണ്ടോ നിങ്ങൾക്ക്? പറഞ്ഞ മനസ്സിലാവണം. ബുഖാരിയിലില്ലേ? ഉണ്ടല്ലോ. ഇല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഉണ്ടല്ലോ. ബുഖാരിയിലുള്ള ഹദീസാണ്. ഫാത്തിഹ സൂറത്ത് ഓതിയിട്ട് മന്ത്രിച്ചപ്പോൾ വിഷം തേണ്ടി കിടക്കുന്ന ആൾ അബൂ സഈദുൽ ഖുദരി റളിയല്ലാഹു അൻഹു, ഹബീബായ നബിയുടെ കാലഘട്ടത്തിൽ സ്വഹീഹുൽ ബുഖാരിന്റെ ഹദീസാണ്. ഫാത്തിഹ സൂറത്ത് ഓതിയിട്ട് അബൂ സഈദ് റളിയല്ലാഹു അൻഹു ഒരാളെ മന്ത്രിച്ചപ്പോൾ അഫാഖ ഓരൻ തെളിഞ്ഞോന് സ്വഹീഹുൽ ബുഖാരി. നമ്മൾ ഫാത്തിഹ സൂറത്ത് ഓതിയിട്ട് എലിവിഷം കുടിച്ചാൽ വരെ ക്ലിയർ ആവില്ല. അതെന്തുകൊണ്ട്? ഈമാന്റെ ലോഴപ്പാണത്. ഈമാന്റെ ലോഴപ്പമാകാം, ഇത് ചെയ്യുന്നവന്റെ ഈമാന്റെ ലോഴപ്പാകാം. വിഷം കുടിച്ചു ബിസ്മില്ലാഹില്ലദീ ഉറപ്പല്ലേ? അത്ര വലിയ സംഭവമല്ലേ അതൊക്കെ? വിഷം കുടിച്ചില്ലേ? ആര്? ഉറക്കട് പറയും. ആര്? പ്രഗൽഭ സ്വഹാബിയായ ഖാലിദ് ബിൻ വലീദ് ശത്രുക്കളുടെ മുന്നിൽ വിഷം കുടിച്ച് അള്ളാനെ നിങ്ങൾ അള്ളാഹു തആല സത്യാണ് എന്നതിന് ഈ വിഷം കുടിച്ച് അത്ഭുതം കാണിച്ചെന്നാൽ വിശ്വസിക്കുമെന്ന് വെച്ചു. വിശ്വസിക്കുന്നവർ വിഷം കുടിച്ചു കൊടുത്തു, ആണ് കാണിച്ചു കൊടുത്തു. ജൂതന്മാർ വിശ്വസിച്ചു. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം എന്ന വലിയ കാര്യം. അതൊരു 3 വട്ടം ഒരാൾ ചൊല്ലിയാൽ അയാളെ ഉപദ്രവിക്കാൻ ലോകത്തൊരു ശക്തിക്കും കഴിയില്ല എന്ന് സ്വഹീഹ് മുസ്ലിം. മനസ്സിലായില്ല? ഒരാൾ 3 വട്ടം എന്ത് ചൊല്ലിയാൽ മതി? ഒന്നിട്ട് പറയും. മുസ്ലിമിലെ ഹദീസല്ലേ? സ്വഹീഹ് മുസ്ലിം. ഒരാൾ 3 തവണ ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ഒരു വസ്തു പിന്നെ ഉപദ്രവിക്കൂല എന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്തിറങ്ങുന്നതോടുകൂടെ തെളിവെടുക്കാം. അത് നമ്മളെ ഈമാന്റെ ലോഴഫാകാം. മനസ്സിലാവണില്ലേ? പറഞ്ഞത് ഒന്നും ഉപദ്രവിക്കില്ല. കാരണം അള്ളാഹുവിന്റെ വചനമാണ്, അള്ളാഹുവിന്റെ നാമമാണ്. അള്ളാഹുവിന്റെ നാമം കൂടെ ഉണ്ടാകുമ്പോൾ ഒരു ശക്തിക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് സ്വഹീഹ് മുസ്ലിം ഖാല റസൂലുള്ളാഹി. ഇമാം മുസ്ലിം സ്വഹീഹ് രേഖപ്പെടുത്തിയ എല്ലാ മഗ്‌രിബിന്റെ ശേഷം 3 വട്ടം പറയൽ സുന്നത്താണ്. എന്ത്? ഇങ്ങോട്ട് പറയ് ബിസ്മില്ലാഹില്ലദീ മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. നേരം കഴിഞ്ഞു. ഞാൻ ശ്രദ്ധിക്കുക. ഇമാം മുഹബ്ബുദ്ദീൻ തുബരി റളിയല്ലാഹു അൻഹു തന്റെ ശറഹ് തൻബീഹിൽ രേഖപ്പെടുത്തിയ മറ്റൊരു കാര്യം വഅയസ്തഹിറ ഫീ ഖൽബിഹി ഇൻദ ശുർബിഹി. ശ്രദ്ധിക്കുക. ഒരാൾ സംസം കുടിക്കണ നേരത്തെ എന്ത് ചെയ്യണം? നിയത്ത് ചെയ്യൽ സുന്നത്താണ്. അങ്ങോട്ട് പാഞ്ഞു കുടിക്കരുത്. മനസ്സിലായില്ല? അങ്ങോട്ട് പാഞ്ഞു കുടിക്കാൻ പാടില്ല. കുടിക്കുമ്പോൾ എന്ത് ചെയ്യണം? ഉറങ്ങണുണ്ടാ? മനസ്സിലാവണില്ലേ? നിയത്ത് ചെയ്തിട്ടേ കുടിക്കാൻ പാടുള്ളൂ. നിയത്ത് ചെയ്യണം.
നീ ഉറങ്ങരുത്, ഭയങ്കര കാര്യമാണ് പറഞ്ഞത്. എല്ലാവരും നിയത്ത് ചെയ്താൽ നടക്കും, പേടിക്കണ്ട, നടക്കും. ഞാൻ എൻ്റെ അനുഭവസ്ഥനാണ്, എനിക്ക് അനുഭവമുണ്ട്, ഞാൻ വിശദീകരിക്കണില്ല. എനിക്ക് അനുഭവമുണ്ട്. സംസം കുടിച്ചിട്ട്, അള്ളാഹുവിൻ്റെ സംസം കുടിച്ചിട്ട് ഒരു കാര്യം പറഞ്ഞിട്ട് ഉടനടി അത് നടന്നു കിട്ടിയത് അനുഭവം എൻ്റെ ജീവിതത്തിലുണ്ട്. ഞാൻ അതിനൊന്നാമത്തെ തെളിവ് എൻ്റെ അനുഭവ ജീവിതത്തിൽ ഞാൻ തന്നെയാണ്. അള്ളാഹു തആല നമുക്കൊക്കെ തൗഫീഖ് ചെയ്യട്ടെ. 100 കണക്കായ ആളുകൾ ഈ കൂട്ടത്തിലുണ്ടാവും, 100 കണക്കായ ആളുകൾ ഇവിടെ ഉണ്ടാവും, 100 കണക്കായ ആളുകളുണ്ടാവും. അതുകൊണ്ട് ഒരു സ്വാലിഹായ നിയ്യത്തിനെ കരുതണം. എന്താണോ അത് നിയ്യത്തിനെ കരുതണം. മിൻ ഖൈരി ദുനിയാ വൽ ആഖിറ, ദുന്യവിയും ഉഖ്റവിയുമായ ഖൈറിനെ ഒരു സ്വാലിഹായ നിയ്യത്തിനെ കരുതുക. പിന്നെ എന്തുകൊണ്ട് ഇന്ന വഖത ശുർബി മാഇ സംസം മിൻ മലാനി ഔഖാത്തിൽ ഇജാബ, ഏറ്റവും ഉത്തരം കിട്ടുന്ന നേരമാണ് ആ നേരം. മറക്കരുത്. എല്ലാവരും വളരെ കൊണ്ട് പെടണ്ടട്ടാ, അതിൻ്റെ കൂടെ അല്ലേ മറക്കരുതാണ്. വളരെ വലിയ നേരാണ്. മറക്കരുത്. ഒരു നല്ല നിയ്യത്ത് കരുതിയിട്ട് കുടിക്കുക. കൂട്ടത്തിൽ നിയ്യത്ത് പറയേണ്ട ഒരു കാര്യം പറയട്ടെ. നോമ്പുകാർക്ക് സുന്നത്താണ് എന്ത്? സംസമിന്റെ മേൽ നോമ്പ് തുറക്കൽ സുന്നത്താവുന്നു. സംസം ഉണ്ടെങ്കിൽ ഒരു കുത്തറ മദീൻ. മനസ്സിലാവണില്ല. മുന്തിക്കൽ കുലു വശ്റബൂൻ തന്നെയാണ്. അങ്ങനെ തന്നെയാണ്. എന്നെ സംസമിന്റെ ഷറഫ് കൊണ്ടൊരാൾ ആ നിയത്ത് ചെയ്ത് സംസമിനെ മുന്തിച്ചാലും അത് പ്രധാനപ്പെട്ട രീതി തന്നെയാണ്. കാരണം അങ്ങനത്തെ ഒരു വഴി അതിനുണ്ട്. ഒരാൾ കാരക്കയും വെള്ളമാണ് കുടിക്കേണ്ടത്. ആദ്യം കാരക്ക പിന്നെ വെള്ളം, അങ്ങനെ വേണ്ടത്. ഒരാൾ സംസമായപ്പോൾ ആദ്യം കുടിച്ചാലും അത് മഖ്ബൂലും അഫ്ളലിന്റെ പട്ടികയിലും പെടേണ്ടതാണ്. കാരണം അയാൾ നിയ്യത്ത് അങ്ങനെയാണ്. അസറുള്ള സാധനത്തെയാണ് അയാൾ മുന്തിച്ചത്. അതിൽ ഈ പറഞ്ഞ അസറൊക്കെ ഉള്ളത് കൊണ്ട് അതിൽ പ്രധാനപ്പെട്ട തന്നെയാണ്. അതുകൊണ്ട് അങ്ങനെ ചെയ്യൽ അഫ്ളലായ കാര്യം തന്നെ. ശ്രദ്ധിക്കുക. ഒരാൾ ഒരു തുള്ളി മണി, ഒരു തുള്ളി, അതിനുവേണ്ടി ക്ലാസ് ഒന്നും എടുക്കണ്ട. എന്ത് അന്നക്കെന്ന് ഇവിടെ ഒരു വെള്ളാണ്ട് ഇറങ്ങിയാൽ എന്തായി? നോമ്പ് പറഞ്ഞല്ലോ. വലിയ അതിന് അദബ് കേടാവും. അതുകൊണ്ട് ആദ്യം വെള്ളം കുടിക്കൽ തന്നെയാണ് പരിഗണനാർഹം. എന്തുകൊണ്ട് അദബാണല്ലോ സൂക്ഷിക്കേണ്ടത്. ആ നിലക്ക് ഖുർആനിൽ പറഞ്ഞ ശൈലി കുലു വഷ്റബു, അത് സാധാരണതയിലാണ് പ്രയോഗിക്കേണ്ടത്. ആദ്യം തിന്നാ പിന്നെ കുടിക്കുക, അതാണ് ഖുർആന്റെ ശൈലി. എന്നാൽ ഇവിടെ അദബാണുള്ളത്. അതുകൊണ്ട് മാ ഉ സംസമിനെ അയാൾ പരിഗണിക്കുക തന്നെയാണ് വേണ്ടത്. അദബാണ് ഏറ്റവും പ്രധാനം. ശ്രദ്ധിക്കുക. കഴിയുമെങ്കിൽ സംസം വെള്ളം കുടിക്കുമ്പോൾ നല്ലതാണ്. ആ നോമ്പ് സ്വീകരിക്കാൻ ഉപകാരപ്പെടും എന്ന്. അപ്പോൾ നോമ്പുകാരൻ നോമ്പ് തുറക്കാൻ നോമ്പിന്റെ സമയത്ത് ഒന്നുകൂടി ചാൻസ് കൂടും. എന്തുകൊണ്ട്? നോമ്പ് തുറക്കുന്ന നേരത്ത് ദുആ സ്വീകരിക്കുന്ന കാര്യം ഉറപ്പാ. ദുആ സ്വീകരിക്കുന്ന 3 സമയങ്ങൾ ഒന്ന് പറയും. ഉറങ്ങിയോ? നേരം പോയി. നിർത്തണോ? മനസ്സിലാവണില്ലേ പറയുന്നത്? മനസ്സിലാവണില്ലേ? 3 പ്രധാന സലാസത്തുൻ ലാ തുറദ്ദു ദഅവതുഹും, 3 ആളുകളുടെ പ്രാർത്ഥന തട്ടിക്കളയുകയേ ഇല്ല. 3 ആളെ പ്രാർത്ഥന തട്ടിക്കളയില്ല. ഇങ്ങോട്ട് പറയൂ. ഒന്ന് ദുആഉൽ ഇമാമിൽ ആദിലി, നീതിമാനായ ഭരണാധികാരിയുടെ പ്രാർത്ഥന. ഭരണാധികാരി പറഞ്ഞാൽ ഒരു കാര്യത്തിന് ഏൽപ്പിക്കപ്പെട്ട മുന്നിൽ നിൽക്കണ ഒരാൾ, അങ്ങനെ തന്നെ നീതിമാനാണ് എങ്കിൽ, ഒരു കാര്യത്തിന് ഏൽപ്പിക്കപ്പെട്ട അയാൾ നീതിയോടുകൂടെ വർത്തിച്ചാൽ അയാളെ പ്രാർത്ഥന അല്ലാഹു തആല സ്വീകരിക്കും. 1 പള്ളിൻ്റെ പ്രസിഡന്റ്, കമ്മിറ്റി പ്രസിഡന്റ്, സെക്രട്ടറി, ഇങ്ങനെ ഇതൊക്കെ നമ്മളൊക്കെ തന്നെ വിവിധങ്ങളായ വിഷയങ്ങൾ നീതിയോട് പുലർത്തുക. ആ സംഗതിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കും. ഒന്ന് ദുആഉൽ ഇമാമിൽ ആദിൽ. 2 ദുആഉൽ മദ്ലൂം, മർദിദന്റെ പ്രാർത്ഥന. മർദിദന്റെ ഒരാളെ ആക്രമിച്ചാൽ അയാൾ ഏത് മുശ്രിക്കാണെങ്കിൽ പോലും, മനസ്സിലായില്ല, ഒരാളൊരു മുശ്രിക്കിനെ ആരാണെങ്കിൽ ഏത് മതത്തിൽപ്പെട്ട ഒരാളെയാണെങ്കിലും നമ്മൾ അകാരണമായി തൊട്ടാൽ അയാൾ നമുക്കെതിരെ എന്ത് പ്രാർത്ഥിച്ചാലും അള്ളാഹു, അത് ഏത് മതം എന്നുള്ള നോട്ടൊന്നും അള്ളാഹു തആലക്ക് ഇല്ല. ഇതിലൂടെ ഒരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടതെന്നറിയാം. എത്ര വലിയ ഒരാശയമാണ് മുഹമ്മദ് നബി പഠിപ്പിച്ചത്. അഥവാ ഒരു അന്യമതക്കാരനെ നിങ്ങൾ തൊടരുതെന്നല്ല ഈ പഠിപ്പിച്ചത്. മനസ്സിലാവില്ലെങ്കിൽ, കാരണം അയാൾ എന്ത് പ്രാർത്ഥിച്ചാലും ദുആഉൽ മദ്ലൂം ഒരിക്കലും ചെയ്യില്ല. സർക്കാരും ഭരണാധികാരികളും ചിന്തിക്കണം. മുസ്ലിമീങ്ങളിൽ നിന്നൊരിക്കലും, ഈ ഉള്ളവരിൽ നിന്നൊരിക്കലും അപരാധമുണ്ടാവില്ല. മുസ്ലിമീങ്ങൾ ഇസ്ലാമിൽ നിന്നാൽ മതി. ലോകത്തെ എല്ലാ മതങ്ങൾക്കും ധർമ്മം പഠിപ്പിക്കാൻ മാത്രം ഈ മതം യോഗ്യമാണ്.
അല്ലാഹു തആല ആ ബോധം എല്ലാവർക്കും നൽകട്ടെ. രണ്ടാമത്തേത്, മൂന്നാമത്തേത് നോമ്പുകാരൻ നോമ്പ് തുറക്കുന്ന നേരത്തെ പ്രാർത്ഥന. ഈ 3 പ്രാർത്ഥനയും ഉടനെ ഉത്തരം കിട്ടുമെന്ന് ഹബീബായ റസൂലുള്ളാഹി. അവൻ നിയത്ത് ചെയ്യണം. ഒരുപാട് നിയത്ത് നോക്ക്. അന്ന ഉമറ, കേട്ടോളൂ. ചില നിയത്ത് മാത്രം ഞാൻ പറയാം, നേരല്ലാത്തോണ്ട് ചുരുക്കാണ്. ചില നിയത്ത് ഞാൻ പറയാം, ചില നിയത്ത് ഞാൻ. ഒന്ന്, ലമ്മ ശരിബ ഉമറു മാഅ സംസം ഖാല അല്ലാഹുമ്മ ഇന്നി അശ്റബുഹു ലില്ലൗമി ലില്ലമാഇ യൗമൽ ഖിയാമ. ഉറങ്ങരുത്. ഗൗരവമുള്ള വിഷയമാണ് ഈ പറഞ്ഞത് കേട്ടോ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സംസം കുടിച്ചപ്പോൾ പറഞ്ഞ, അല്ലാഹുവേ ഞാൻ നേരത്തെ തന്നെ ഇത് കുടിച്ചിടുന്നത് ലില്ലമാഇ യൗമിൽ ഖിയാമ, അന്ത്യനാളത്തിലെ ദാഹത്തിന് വേണ്ടിയാണ്. ആ ദാഹത്തിലേക്ക് ഞാൻ ഇപ്പൊ തന്നെ കുടിച്ചിടാണ്. അവിടെ ചെന്നാൽ എനിക്ക് ദാഹം ഉണ്ടാവാൻ പാടില്ല. ഒരു നല്ല നിയത്ത്. അതിനു വേണ്ടി സംസം കുടിക്കാം. നിങ്ങൾക്ക് മനസ്സിലാവണില്ലേ? ഇനി കുടിച്ചിട്ടില്ലെങ്കിൽ ഇന്ന് തന്നെ കുടിക്കാം. അതാണ് കുടിക്കുമ്പോൾ നിയത്ത് ചെയ്യാ, അല്ലാഹുവേ പരലോകത്ത് എനിക്കൊരിക്കലും ദാഹിക്കരുത്. ആ ദാഹത്തിന് വേണ്ടി ഞാൻ ഇപ്പൊ തന്നെ കുടിക്കാണ്. മനസ്സിലാവണില്ലേ പറഞ്ഞത്? അല്ലാഹു നമുക്ക് ആ ദാഹത്തിനെ തൊട്ട് കാത്തു രക്ഷിക്കട്ടെ. അത് 1 ദിവസവും 2 ദിവസവും അല്ലല്ലോ. 50,000 കൊല്ലം. 50,000 ദിവസമല്ല. ഇങ്ങോട്ട് പറയും. ഈ ഹദീസിന്റെ ആയത്തിന്റെ അർത്ഥം ഒന്നും അറിയാത്ത ഒരാളുണ്ടാവില്ല. ആയത്താ സൂറത്തുൽ മആരിജ്. ആയത്ത 50,000 അർത്ഥം അറിയാത്തൊരു ഉംറ വിസക്കാരൻ വരെ ഉണ്ടാവില്ല. എല്ലാവർക്കും ഉംറയും ഗൾഫൊക്കെ ഉണ്ടായതുകൊണ്ട് കുറെ ആയത്തിനൊക്കെ അർത്ഥം നമുക്ക് എളുപ്പമായി കിട്ടിയിട്ടുണ്ട്. പറഞ്ഞ 50,000 കൊല്ലം മഹ്ശറയിൽ നിൽക്കേണ്ടി വരും. അങ്ങനെ അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. പടച്ചോനെ റബ്ബേ, 50,000 കൊല്ലത്തിന്റെ 1/5 ഭാഗം ആയിട്ടേ ഉള്ളൂ ആദം നബി അലൈഹിസ്സലാം ഭൂമിയിൽ വന്നിട്ട്. പ്രധാനാഭിപ്രായം 10,000-ന്റെയും 11,000-ന്റെയും ഇടയിലുള്ള കൊല്ലമാണ് ആദം നബി അലൈഹിസ്സലാം ഈ ഭൂമിയിൽ വന്നിട്ട്. അതിന് മുമ്പ് ഇവിടെ ഒരു തരം മനുഷ്യരൂപമുള്ള ജീവികളൊക്കെ ഒരു പക്ഷേ ഉണ്ടായേക്കാം. എന്തുകൊണ്ട്? മനുഷ്യൻ പകരക്കാരനാണ്. ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ. ഖലീഫക്ക് രണ്ടാമത്തെ അർത്ഥം. 100 അർത്ഥം ഇന്നലെ പറഞ്ഞ അർത്ഥമല്ലല്ലോ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വല്ല നഷ്ടമുണ്ടോ? എനിക്ക് രണ്ടാമത്തെ അർത്ഥം കിട്ടിയതിന് വേറെ അർത്ഥമാണ്. ഖലീഫ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ അർത്ഥം പകരക്കാരൻ എന്നാണ്. പകരക്കാരൻ, ഒരാൾക്ക് പകരം വേറെ. അപ്പം നേരത്തെ ഒരു സമയം ഒരുപക്ഷെ നിയാണ്ടർത്താൾ മനുഷ്യന്റെ ഫോസിലുകൾ കണ്ടെത്തിയാലും അത് ഖുർആനിന് എതിരല്ല. ഇതും സംസ്കൃത മനുഷ്യനാണ്. പ്രത്യേകം അമ്പിയാക്കളാൽ പരിഷ്കരിപ്പിക്കപ്പെട്ട മനുഷ്യന്റെ പിതാവാണ് സയ്യിദുനാ ആദം. അതിന് പകരം മനുഷ്യജീവികളെ പോലത്തെ മറ്റു ജീവികളൊക്കെ ഒരു കാലത്ത് ഇവിടെ ഉണ്ടായേക്കും. എന്തുകൊണ്ട് ഉണ്ടാവും ഉറപ്പാ? എന്തുകൊണ്ട്? രക്തം ചിന്തുന്നവരെ വീണ്ടും പറഞ്ഞേക്കണമെന്നാണ് മലക്കുകൾ ചോദിച്ചത്. ഇതെങ്ങനെ അവർക്ക് മനസ്സിലായി? നേരത്തെ ഒരു സമൂഹം ഇവിടെ രക്തം ചിന്തുന്നവരായി ഉണ്ടായിട്ടുണ്ടാവും. നിങ്ങൾക്ക് മനസ്സിലായില്ലേ പറഞ്ഞത്? മലക്കൾക്കല്ല ഒയ്ബു അറിയോ അലൈഹിസ്സലാത്തു വസ്സലാം. എന്തേ അവർ പറഞ്ഞത്? അപ്പോൾ 50 ലക്ഷം വർഷം മുമ്പുള്ള നിയാണ്ടർത്താൾ മനുഷ്യന്റെ ഫോസിലുകൾ കണ്ടെത്തിയാൽ അതൊരിക്കലും ഖുർആനിനെ എതിരല്ല. ഒരിക്കലും എതിരല്ല. ചിന്തിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത് 50,000 കൊല്ലമാണ്. എന്ത് അത് ലൈവാക്കാൻ വല്ല വകുപ്പുണ്ട മുസ്ലിരെ എന്ന് ചോദിച്ചിട്ട് വകുപ്പില്ല. ആയത്താണ്. 50,000 കൊല്ലം. അവരവരുടെ തല ഇങ്ങനെ പൊക്കി പിടിച്ചു നിൽക്കും. ലാ യുകല്ലിമുഹും അഹദുൻ, ഒരാൾ പോലും അവരോട് മിണ്ടുകയില്ല. ഒരാളോടും മിണ്ടും. 50,000 കൊല്ലം. ചിന്തിച്ചു നോക്കണത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? പഠിച്ചോനെ അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ റബ്ബേ. പഠിച്ചോനെ അള്ളാഹുവേ അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ റബ്ബേ. പഠിച്ചോനെ നോക്ക്. നഗ്നപാതരായി, നഗ്നകളും നഗ്നരുമായി, തുണിയില്ല, ഉടുപടൽ ഒന്നുമില്ല. ഒറ്റ നിർത്താൻ നിൽക്കും. എത്ര കൊല്ലം? 50,000 കൊല്ലം.
റാഫിഈന റൂസഹും, തല പൊക്കി പിടിച്ചിട്ടാണ് അവർ നിൽക്കുക. അള്ളാഹുവേ പടച്ചോനെ കാത്തിരക്ഷിക്കുമാറാകട്ടെ റബ്ബേ. ഒന്നുറക്കാമീൻ പറയും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ റബ്ബേ. ലാ യുകല്ലിമുഹും അഹദുൻ, ഒരാളും മിണ്ടില്ല. അതുകൊണ്ടാണ് ഫൈദാ ജാഅത്തിസ് സ്വാഖ യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വഉമ്മിഹി വഅബീഹി വസ്വാഹിബതിഹി വബനീഹി. ആ നാളിൽ ഏതൊരാളും അവന്റെ സഹോദരനെ കണ്ടാൽ ഓടി രക്ഷപ്പെടും. ഖുർആൻ, അല്ലാഹുവിന്റെ ഖുർആൻ അങ്ങനെയല്ലേ? അങ്ങനെ ഫൈദാ ജാഅത്തിസ് സ്വാഖ യൗമ യഫിറു, എന്താ യഫിറിന്റെ അർത്ഥം? ഫറ, ഓടി. യഫിറു യൗമ യഫിറുൽ മർഉ, ഏതൊരാളും ഓടിപ്പോകും. മിൻ അഖീഹി, ജേഠനെയോ അനുജനെയോ കാണുമ്പോൾ. ഉമ്മിഹി, ഉമ്മാനെ കാണുമ്പോൾ. ഉമ്മാനെ കണ്ടാൽ അന്നേരം ഉമ്മാനെ പിടിക്കൂല, ഓടും. വഅബീഹി, ഉപ്പയെ കാണുമ്പോൾ. വസ്വാഹിബതിഹി, അവന്റെ കൂടെ വർഷങ്ങളോളം കടന്ന ഇണയെ കാണും. മക്കളെ കാണുമ്പോൾ പോലും. എന്തേ മക്കളെ അവസാനാക്കാൻ കാരണം? ഒരാൾക്ക് ഏറ്റവും സ്നേഹം മക്കളോടായിരിക്കും, ഏറ്റവും സ്നേഹം കുറവ് സഹോദരനോടായിരിക്കും. കുടുംബത്തിൽ മനസ്സിലാവുന്നില്ലല്ലോ പറഞ്ഞത്. ഇതിൽ ആദ്യം പറഞ്ഞത് ആരെയാ? സഹോദരനെയാ. അവസാനം പറഞ്ഞ ആരെയാ? മക്കളെയാ. ജേട്ടനെ കാണുമ്പോൾ ഓടും. ജേട്ടനോട് സ്വാഭാവികമായിട്ട് ഇവിടെ ഓടാം. മനസ്സിലായില്ല? അല്ലല്ല, ജേട്ടനെ കാണുമ്പോൾ ഇവിടെ ഓടിക്കൂടെ? അനുജനെ കാണുമ്പോൾ ഓടാലോ, കാരണം ആ ജ്യേഷ്ഠനെ തോപ്പിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അനുജനെ തോപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അവരെ കാണുമ്പോൾ എന്ത് ചെയ്യാം? ഓടാം. ഉമ്മാനെ കാണുമ്പോൾ ഓടാം. അമ്മയും ഭാര്യയും തമ്മിൽ തെറ്റിലാണ്, അപ്പൊ ഉമ്മാനെ കാണുമ്പോൾ ഇപ്പോൾ ഓടാം. പാപ്പാനെ കാണുമ്പോൾ ഓടാം. സാഹിബത്തിനെ കൊണ്ടും ഓടാം. സാഹിബത്തിനെ കാണുമ്പോഴും ഓടാം, തലയെ കുടുങ്ങിയതാണെന്ന് തോന്നിയാൽ. പക്ഷേ ബന് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ്. ഒരാൾക്ക് ഏറ്റവും സ്നേഹം ആരോടായിരിക്കും? മനുഷ്യനെ പോലത്തെ മനുഷ്യന്മാരെ പറ്റിയ വർത്താനാ പറയുന്നത് കേട്ടോ. മനുഷ്യനെ പോലത്തെ മനുഷ്യന്മാർക്ക് ഏറ്റവും സ്നേഹം ആരോടായിരിക്കും? കാരണം മായിൽ നിന്നാണ് മനുഷ്യനുണ്ടായത്, വെള്ളാണ് മനുഷ്യനുണ്ടാക്കിയത്. ഒരു മിനിറ്റ് ഒരു ബുദ്ധി പറഞ്ഞുതരാം. മാഇൻ്റെ സ്വഭാവം മുകളിലേക്ക് കെട്ടി നിർത്തിയാലേ കയറുള്ളൂ, താഴോട്ട് ഒഴുകി അങ്ങനെ പോകും. മനസ്സിലാവുന്നുണ്ടോ? ഫല്യൻദുരിൽ ഇൻസാനു മിമ്മാ ഖുലിഖ മിമ്മാ ദാഫിഖ് യഖ്റുജു മിൻ ബൈനി സുൽബി വത്തറായിബ്. വെള്ളത്തിൽ നിന്നുണ്ടായ അവൻ്റെയും വെള്ളമാണ്. വെള്ളത്തിന്റെ സ്വഭാവം താഴോട്ട് ഒഴുകിപ്പോയ. മുകളിൽ കയറി കിട്ടണേ കുറച്ച് പണിയുണ്ട്, കഷ്ടപ്പെട്ടിട്ട് മേലെ കയറുള്ളൂ. മേലുള്ളവരൊക്കെ സ്നേഹിക്കണേ കഷ്ടമുണ്ട്. നേരെ മറിച്ച് താഴെയുള്ളവർക്ക് ഇങ്ങനെ ഒഴിയണം. അവരെ കാണുമ്പോൾ അതാണ് യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി. ആരാണ് ഇവിടെ സംസമിന്റെ നേരത്തെ പ്രാർത്ഥിച്ചതെന്നറിയോ? നിങ്ങൾ ഈ മനുഷ്യനെ ചിന്തിക്കണം. ആരാണ് മശ്ശറയിലെ ദാഹം തീരാൻ വേണ്ടി സംസം കുടിച്ചതാരാ? ആരാണെന്നറിയോ? ആ മനുഷ്യനെ കണ്ടാൽ ആദരിക്കാത്ത മലക്കില്ലാന മുഹമ്മദ് നബി. അങ്ങനെയല്ലേ പറഞ്ഞു. ഉമറിനെ ബഹുമാനിക്കാത്ത ഒരു മലക്കും ആകാശത്തില്ലാണ് മുഹമ്മദ് നബി. ആരാണ് ഉമർ ഇബ്നുൽ ഖത്താബ്? ആ മനുഷ്യൻ സംസം കുടിച്ചു. എന്തിനു വേണ്ടി? അന്ത്യനാളിൽ എനിക്ക് ദാഹിക്കരുത് എന്ന് നിയ്യത്ത് ചെയ്തിട്ട് മഹാനായ സയ്യിദുനാ ഉമർ, ഉമറിന്റെ നാവുമ്മലാണ് സത്യം അല്ലാഹു വെച്ചിട്ടുള്ളതാണ് ഹബീബായ നബി. അങ്ങനെയല്ലേ ഏത് കാര്യത്തിന്റെയും സത്യം നടത്തിയതാരാ? ഖുർആൻ. ഇത് ഖുർആൻ ക്ലാസ് ആണല്ലോ. ഖുർആൻ മുസാഹഫിലാക്കാൻ കാരണം ആരാ? ഉമർ റളിയല്ലാഹു. സിദ്ദീഖിനോട് പോയിട്ട് യുദ്ധം നടക്കായിരുന്നു. ശത്രുക്കളുമായി യുദ്ധം നടക്കുമ്പോൾ 700 ആളുകൾ ഒരു യുദ്ധത്തിൽ മരിച്ചു. ഖുർആൻ മനപ്പാടുള്ളവർ. മരിച്ചപ്പോൾ ഉടനെ ഉമർ ഇബ്നുൽ ഖത്താബ് നേരെ ചെന്ന് വന്ന ഖലീഫയാണ് ആര്? സിദ്ദീഖ്. അലൈക അൻ തുഅ്മുറ ബിജംഇൽ ഖുർആൻ, ഇനി ഖുർആൻ പുസ്തകത്തിലാക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ സിദ്ദീഖ് പറഞ്ഞില്ല, വകൈഫ നഫഅലുഹു വലം യഫഅൽഹു റസൂലുള്ളാഹ്. അല്ലാഹുവിന്റെ റസൂൽ ചെയ്യാത്ത ഞാൻ ചെയ്യില്ല. ഇല്ല അങ്ങനെ പറഞ്ഞിരിക്കരുത്. അല്ലാഹുവിന്റെ റസൂൽ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ അങ്ങനെ ഒന്നും ഇരിക്കരുത്. വല്ലാഹി ഹദാ ഖൈർ, ചെയ്താൽ അത് നല്ല കാര്യമാണ്.
അല്ലാഹുവിന്റെ റസൂൽ ചെയ്താലും ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ഖൈർ നോക്കി ചെയ്യാം. മിണ്ടല്ലേ ചെയ്യെന്ന് പറഞ്ഞു. ആരോട്? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഇല്ല എന്നാണ്. തർക്കിച്ചു തോറ്റു. ആര് തോറ്റു? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തോറ്റു. സിദ്ദീഖ് തോറ്റു. നിങ്ങൾ വിചാരിച്ച വലിയ മഹാൻ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് മഹാനെങ്കിലും തോറ്റു. ആര്? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തോറ്റിട്ടില്ലെങ്കിൽ നിങ്ങളെ വീട്ടിൽ മുസാഫ് ഉണ്ടാവും. എന്ത് മനുഷ്യന്മാരാണ്. പിന്നെയും ഉമർ ഇബ്നു ഖത്താബ് തോറ്റു എന്നാണല്ലോ പറയുന്നത്. സിദ്ദീഖല്ലേ തോറ്റത്? സിദ്ദീഖ് തോറ്റിട്ടല്ലേ മുസാഫ് ഉണ്ടായത്? സിദ്ദീഖ് തോറ്റു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ പോലത്തെ ആളല്ലല്ലോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. തോറ്റപ്പോൾ വേഗം പറഞ്ഞു തോറ്റത്. നമ്മൾ പിന്നെ കാലം വരെ തോറ്റിട്ടില്ല. അങ്ങനത്തെ ഒരു സുഖം ഏതാണ്ട് നമുക്കുണ്ട്. കാലം വരെ നമ്മൾ ഇന്നിപ്പോൾ നടക്കുന്ന കാര്യം ആരും ഇന്നത്തെ കാലത്ത് തോൽക്കാറില്ല. ഒരാളും തോൽക്കില്ല. എല്ലാവരും അത് തോൽക്കാത്ത കാലമാണ്. അല്ലാഹു ശറഹ സദ്രി സ്വഹീഹുൽ ബുഖാരി വല്ലാഹു ശറഹ സദ്രി ലിമാ ശറഹ സദ്റ ഉമറ. ഉമറിന്റെ മനസ്സിന് അല്ലാഹു നൽകിയ വെളിച്ചം എന്റെ മനസ്സിന് അല്ലാഹു നൽകി. ഉമർ ഇബ്നു സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു ഞാൻ തോറ്റു. ജയിച്ചതാരാണ്? ഉമറാണ്. ഉടനെ ഖുർആൻ മുസാഹിഫിലാക്കാൻ കൽപ്പന കൊടുത്തു. അങ്ങനെയാ. അതാണ് ഉമർ ഇബ്നുൽ ഖത്താബ്. ആ മനുഷ്യനാണ് അന്ത്യനാളിലെ ദാഹമുണ്ടാകരുത് എന്ന് നിയ്യത്ത് ചെയ്ത് സംസം വെള്ളം കുടിച്ചു. ഖുർആൻ കൊണ്ട് ലോകം കണ്ട ഏറ്റവും വലിയ ഖുർആൻ വ്യാഖ്യാതാവാരാ? ഓർക്കട് പറയൂ. ലോകം കണ്ട ഖുർആൻ വ്യാഖ്യാതാവ് മുഹമ്മദ് നബി കഴിഞ്ഞാൽ ലോകം സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകം കണ്ട ഖുർആൻ വ്യാഖ്യാതാവാരാ? ഇബ്നു അബ്ബാസ് മകൻ ഇബ്നു അബ്ബാസ്. അദ്ദേഹമാണ് ലോകം കണ്ട ഏറ്റവും വലിയ ഖുർആൻ വ്യാഖ്യാതാവ്. യൂറോപ്പിൽ ഇസ്ലാം വ്യാപിക്കാൻ കാരണം മൗസിൽ മുസ്ലിമീങ്ങൾ പിടിച്ചടക്കിയപ്പോൾ സൂറത്തുൻ നൂർ വ്യാഖ്യാനിച്ചു. ആര്? എൻ്റെ റബ്ബേ, എനിക്കത് പറഞ്ഞാൽ തീരൂല. ഒഴുകല്ലായിരുന്നു ജനങ്ങൾ. മൗസിൽ മുസ്ലിമീങ്ങൾ പിടിച്ചടക്കിയപ്പോൾ മൗസിലിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഖുർആൻ ക്ലാസ് ആണ് യൂറോപ്പിലേക്ക് മുഴുവൻ ഇസ്ലാമിനെ എത്തിച്ചതാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു തന്റെ മുഖദ്ദിമയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഖുർആൻ അങ്ങനെ ഒഴുകി ജനങ്ങൾ അതിലേക്ക് പാറ്റ പോലെ വീണു. ജനങ്ങൾ അങ്ങോട്ട് വീണുപോയി. യൂറോപ്പ് മുഴുവനും ഇസ്ലാം വ്യാപിപ്പിച്ചത് ഖുർആൻ ക്ലാസ് ആണ്. ആരുടെ? ഇബ്നു അബ്ബാസ്. എന്തിനെ വെള്ളം കുടിച്ച് നോക്ക്. ഇബ്നു അബ്ബാസിന് ഖാല ഇദാ ശരിബ മാ സംസം വെള്ളം കുടിക്കുമ്പോഴെല്ലാം യഖൂലു ഇങ്ങനെ പറയുമായിരുന്നു. അദ്ദേഹത്തിന്റെ നിയ്യത്ത് അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിയ വറിസ്ഖൻ വാസിയ വശിഫാഅൻ മിൻ കുല്ലി ദാ. അംഗീകരിച്ചതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദിക്ർ സംസം കുടിക്കുമ്പോൾ ഇതാണ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിയ വറിസ്ഖൻ വാസിയ വശിഫാഅൻ മിൻ കുല്ലി ദാ. ഇതാണ് ഏറ്റവും അംഗീകരിക്കപ്പെട്ട ദിക്ർ. സംസം കുടിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ദിക്ർ എങ്ങനെ പറയും. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിയ വറിസ്ഖൻ വാസിയ വശിഫാഅൻ മിൻ കുല്ലി ദാ. ഒന്നുകൂടെ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിയ വറിസ്ഖൻ വാസിയ വശിഫാഅൻ മിൻ കുല്ലി ദാ. ഒന്നുകൂടെ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിയ വറിസ്ഖൻ വാസിയ വശിഫാഅൻ മിൻ കുല്ലി ദാ. ഒന്നുകൂടെ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിയ വറിസ്ഖൻ വാസിയ വശിഫാഅൻ മിൻ കുല്ലി ദാ. ഇതൊക്കെ ഇല്ലാതെയായി പോയത് തന്നെയാണ് ചിക്കൻ കുനിയും ക്യാൻസറൊക്കെ പടർന്നു പിടിച്ചത്. ഒക്കെ നമ്മളിങ്ങനെ മേപ്പെട്ട് നോക്കിയിട്ട് അച്യുതാനന്ദനെ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ചെയ്യേണ്ട ചില പണിയൊക്കെ നമ്മൾ ഒഴിവാക്കി. ഞാൻ ആരെങ്കിലും ഒഴിവാക്കാൻ വേണ്ടി പറയല്ല. അത് അച്യുതാനന്ദനോ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയോ മാത്രം ചെയ്യുന്ന പണിയല്ല. ശിഫ നൽകേണ്ടത് ആരാകുന്നു? അല്ലാഹുവാണ്. അവരൊക്കെ ചെയ്യണം. അവരെ പണി അവർ ചെയ്യണം. അവർ മേപ്പെട്ട് നോക്കി ഇരിക്കാൻ പാടില്ല. അവർ ചെയ്യണം. പക്ഷേ അതിനനുസരിച്ച് ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അത് നമ്മളുടെ നിന്ന് എടുത്തു പോയതാണ് രോഗം പടർന്നു പിടിക്കാനുള്ള കാരണം. ഒന്നും കൂടി പറയേ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിയ വറിസ്ഖൻ വാസിയ വശിഫാഅൻ മിൻ കുല്ലി ദാ. എന്താർത്ഥം? അല്ലാഹുവേ ഇന്നി അസ്അലുക ഇൽമൻ നാഫിയ, ഉപകാരമുള്ള വിജ്ഞാനം ഞാൻ നിന്നോട് ചോദിക്കുന്നു. ഈ ലോകത്തും പരലോകത്തും
ഉപകരിക്കണം. ഇല്ലെങ്കിൽ ആ ഇൽമ മതിയാവും നശിക്കാൻ. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഇല്ലേ ഇൽമ കൊണ്ട് നശിച്ച എത്ര ആളുണ്ട്? ഇല്ലേ അള്ളാഹു ഇല്ലേ 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 പെടല്ലേ ഖുർആൻ പഠിച്ചിട്ട് നിസ്കാരത്തിന് 2 വക്കത്ത് ചുരുക്കിയ ഒരുത്തണ്ടല്ലോ. അപ്പൊ ആ അടുത്തായിട്ട് കാണാനില്ലാന്നേ ഉള്ളൂ. ഉണ്ടല്ലേ? എന്താ മനുഷ്യന്മാർ ഉണ്ടല്ലോ, ഇവിടെ ഉണ്ട്. എന്തേ നശിച്ചു? എല്ലാ വിജ്ഞാനവും നൽകിയിട്ടും ബൽആം നശിച്ചുപോയേ എന്ന് വിശുദ്ധ ഖുർആൻ. എല്ലാ വിജ്ഞാനവും അയാൾക്കുണ്ടായിരുന്നു, എന്നിട്ട് അയാൾ നശിച്ചു. ബൽആം ലഅനത്തുല്ലാഹി അലൈഹി നശിച്ചു. അവൻ നശിക്കാം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ, ഒന്ന് ഉപകാരപ്രദമായ വിജ്ഞാനം. 2 വരിസ്ഖൻ വാസിഅ, എവിടെ പോയാലും കുടുങ്ങാത്ത ഭക്ഷണം. എവിടെ പോയാലും വലിയ ബാങ്ക് ബാലൻസ് ഒന്നും ഉണ്ടാവണമെന്നൊന്നുമില്ല, എന്നാലും എന്താ വരുത്? കുടുങ്ങിയത്. ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ഒരാളെ മുന്നിൽ കൈനീട്ടാന്ന് പറഞ്ഞാൽ അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു കാക്കട്ടെ റബ്ബേ, അള്ളാഹു കാക്കട്ടെ, അള്ളാഹു കാക്കട്ടെ. നിസാരമുണ്ട് കേട്ടോ. നിസാരം കൊണ്ടൊക്കെ എത്രയോ ആളുകൾ, വലിയ വലിയ ആളുകളൊക്കെ ദിവസങ്ങൾ കൊണ്ട് തൊലഞ്ഞ് കൈനീട്ടിയ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ പഠിച്ചു. അപ്പൊ 2 അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ, പിന്നെ വരിസ്ഖൻ വാസിഅ, പിന്നെ വശിഫാഅൻ മിൻ കുല്ലി ദാ, എല്ലാ രോഗത്തിന്റെയും ശമനം. ഇങ്ങോട്ട് നോക്ക്. ഒന്നും കൂടെ. എന്താ മൂന്നാമത്തെ? വശിഫാഅൻ മിൻ കുല്ലി ദാ. ആർക്കാപ്പ ഈ കൂട്ടത്തിൽ ക്യാൻസർ ഇല്ലാത്തതെന്ന് പറയാൻ കഴിയില്ല. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. അങ്ങനെ പടർന്ന് പിടിക്കല്ലേ ക്യാൻസർ. അതുകൊണ്ട് ഇതൊക്കെ ഒന്ന് ചെയ്യുക. ബറക്കത്തോണ്ട് പണിയെടുക്കുക. പൊന്നു കുട്ടികളെ, കാലം നശിച്ചു എന്ന് കരുതിയിട്ട് കാലത്തെ മനുഷ്യൻ നാശായി എന്ന് കരുതി നമ്മൾ ആ കൂട്ടത്തിൽ പെടരുത്. ഒന്നുകൂടെ എന്നിട്ട് നമുക്ക് അവിടുന്ന് പോവാം. ഒന്നുകൂടെ ഇബ്നു അബ്ബാസ് തങ്ങൾ ചെയ്തിരുന്നു. അതാണ് പ്രധാനപ്പെട്ട ദിക്ർ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ വരിസ്ഖൻ വാസിഅ വശിഫാഅൻ മിൻ കുല്ലി ദാ. അതുപോലെ മറ്റ് കാര്യങ്ങളൊക്കെ ഉദ്ദേശിക്കുക. ഒരുപാട് ഞാൻ വിശദീകരിക്കണില്ല. ഞാൻ വിശദീകരിച്ചാൽ പിന്നെ അതിന് മാത്രം നേരെയുള്ള സമയം ഇവിടെ പറ്റേ കഴിഞ്ഞതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല. അങ്ങനെ ഖുറൈശികൾ പോലും സംസം വെള്ളം അങ്ങനെയാണ്. ഒരു ശത്രുവിനെ പ്രതിരോധിക്കാൻ ഖുറൈശികൾ ഒരു സ്ഥലത്ത് യോഗം കൂടിയാൽ ആദ്യമായി അവർ സംസം വെള്ളം കുടിച്ചിരുന്നു എന്ന് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. മനസ്സിലായില്ല? അതിൻ്റെ ഒപ്പല്ലേ? ആദ്യമായി ഒരു സ്ഥലത്ത് യോഗം കൂടി. ഒന്ന്, സംസം വെള്ളം കുടിക്കാൻ വേറെയും ചില അദബുകളുണ്ട്. ശ്രദ്ധിക്കൂ. 1, ഇസ്തിഖ്ബാലുൽ ഖിബ്ല, ഖിബ്ലയിലേക്ക് മുന്നിടുക, സുന്നത്താണ്. സംസം വെള്ളം കുടിക്കുമ്പോൾ ഒരു സുന്നത്ത് 1 ഖിബ്ലയിലേക്ക് 1. പിന്നെ അൻഫാസ്, 3 മിർക്കാക്കിയിട്ട് ഒറ്റ വലിക്ക് കുടിക്കരുത്, 3 ആക്കുക. ഫയംഫസിലു ഫമഹു അനിൽ ഇനാഇ 3 മറات, 3 പ്രാവശ്യവും വായെ പാത്രത്തിൽ നിന്ന് എടുക്കുക. അതായത് ഇങ്ങനെ വെച്ചിട്ട് 3 പ്രാവശ്യമല്ല, ഒരു പ്രാവശ്യം വെച്ചിട്ട് പാത്രം എടുക്കുക, എന്നിട്ട് പിന്നെയും വെക്കുക. പിന്നെ അങ്ങനെ വായയും പാത്രവും തമ്മിൽ വിട്ടുപിരിക്കണം 3 പ്രാവശ്യം. പിന്നെ അത്തസ്മിയത്തു ഇൻദ ശുർബി ലികുല്ലി മറ, ഓരോ പാത്രം വെക്കലും ബിസ്മി വേറെ. ഉറങ്ങരുത്. നമ്മൾ സാധാരണ ഭക്ഷണം കഴിക്കും പോലെ ആകരുത്. ഒരു പ്രാവശ്യം വായ വെച്ചു, അപ്പോൾ ഒരു ബിസ്മിയല്ലേ എടുത്തു, പിന്നെ വെച്ചു, ഒരു ബിസ്മി. പിന്നെ അതും പോരാ, ഹംദുല്ലാഹി തആല ഇൻദൽ ഇന്തിഹാഇ മിനശ്ശുർബി ഫീ കുല്ലി നഫസിൻ, ഓരോ പ്രാവശ്യം കുടിച്ചു കഴിയുമ്പോഴും അൽഹംദുലില്ലാ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഭയങ്കര എന്താ. ഇമാം ഹാക്കിം മുസ്തദ്റക്കിൽ ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പഠിച്ചു. ഇതൊക്കെ ആധാറുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹു നാഫിയ ഇൽമിനെ തരട്ടെ. 1, 2 വദ്ദുആഉ ഇൻദ കുല്ലി മറ, ഓരോ പ്രാവശ്യം വേറെ ദുആ ചെയ്യുക. ഓരോന്നും ദുആ ചെയ്യുക എന്ന് അല്ലാഹു നാഫിയ ഇൽമിനെ തരട്ടെ. നോക്കൂ നിങ്ങൾ, ഇതൊക്കെ അതിന്റെ പ്രാഥമികമായ മര്യാദകളാണ്. മുസ്തഫ റസൂലുള്ളാഹി ബാങ്ക് കൊടുക്കാനായോ? നേരം വൈകിയ വർഷം തീരാത്ത വിഷയമാണ്. ഓടിക്കാം. നിന്ന് കുടിക്കലും ഇരുന്ന് കുടിക്കലും പണ്ഡിതന്മാർക്ക് 2 അഭിപ്രായമുണ്ട്. റസൂലുള്ളാഹി ഒരിക്കൽ നിന്ന് കുടിച്ചിട്ടുണ്ട്, ഒരിക്കൽ ഇരുന്ന് കുടിച്ചിട്ടുണ്ട്. അപ്പൊ 2ലും പണ്ഡിതന്മാരുണ്ട്. ചില പണ്ഡിതന്മാർ പറയുന്നത് നിയമമാണ് ഏറ്റവും പ്രധാനം, അതുകൊണ്ട് ഏറ്റവും നല്ലത്
ഇരുന്ന് കുടിക്കലാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അഭിപ്രായം. ഇരുന്ന് കുടിക്കലാണ് അഫ്ളൽ എന്ന പ്രധാനപ്പെട്ട അഭിപ്രായം. എന്നാൽ സംസമിനെ ബഹുമാനിച്ചിട്ട് നിന്ന് കുടിക്കണമെന്ന് രേഖപ്പെടുത്തിയ പണ്ഡിതന്മാരുണ്ട്. അവർക്ക് തെളിവുണ്ട്. ശരിബ റസൂലുള്ളാഹി വഹുവ ഖായിമുൻ. ഒരിക്കൽ റസൂലുള്ള കുടിച്ചപ്പോ ഉറങ്ങാണല്ലോ റബ്ബേ, മനസ്സിലാവണില്ലേ? ഞാൻ നേരം വൈകിയോ, ഞാൻ നിർത്തണം, ചിന്തിക്കാൻ. ഞാൻ നിർത്തുകയാണ്, അവസാനിപ്പിക്കാൻ ശ്രദ്ധിക്കുക. ഞാൻ അവസാനിപ്പിക്കുന്നതാണ്, ശ്രദ്ധിക്കുക. മുഅ്മിനീങ്ങളെ അവസാനിപ്പിക്കാണ് സമയം പറ്റ കഴിഞ്ഞുകൊണ്ട് ആ വിഷയം കഴിഞ്ഞിട്ടില്ല. പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ പറയാം. ഞാൻ അവസാനിപ്പിക്കാം. വളരെ ചിന്തിക്കണം. ഒരൊറ്റ ഹദീസും കൂടി പറയാം. ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞു, ഇന്ന ആയത മാ ബൈനനാ വ ബൈനൽ മുനാഫിഖീൻ അന്നഹും ലാ യതല്ലഊന മിൻ മാഇ സംസം. ഈമാന്റെയും നിഫാഖിന്റെയും ഇടയിലുള്ള വ്യത്യാസം, മുനാഫിഖീങ്ങൾക്ക് സംസം കുടിക്കുന്നതിൽ താല്പര്യമുണ്ടാവുകയില്ലെന്നാണെന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ശ്രദ്ധിക്കണം. കുടിക്കൂല എന്നല്ല പറഞ്ഞത്, നിറച്ചു കുടിക്കൂല. എന്നാൽ പിന്നെ അളുലാഴ് അവൻ്റെ സന്ധികൾ നാണേനത്ര കുടിക്കൂല. അവർ നമ്മളെ കൂട്ടത്തിൽ കൂടി അവരൽപ്പൊക്കെ കുടിക്കാം. നമ്മളങ്ങനെയല്ല, കൂട്ടിക്കന്നെ ഇരിക്കും, കൂട്ടിക്കന്നെ കിട്ടിയ അത്രയും കുടിക്കണം. അന്നെ സംസം കിട്ടുന്ന അത്ര കുടിക്കണം. സംസം വയറ് നിറച്ച് കുടിക്കണം. അവിടെ പോയിട്ട് വേറെ നിറച്ച കുടിക്കേണ്ടത്. ഇവിടുന്ന് പിന്നെ കിട്ടിയ പാത്രം വയറ് നിറച്ചാൽ പിന്നെ നാളൊക്കെ ഉണ്ടാവില്ല. അതാണ് ഇവിടുത്തെ പ്രശ്നം. അവിടെ ഇഷ്ടംപോലെ വയറ് നിറച്ച് കുടിക്കും. അതാണ് നമ്മുടെ അവർ വ്യത്യാസം. അവർ നമ്മളെ കൂട്ടത്തിൽ ഒന്നിങ്ങനെ വായെടുത്ത് വെക്കുന്നേ ഉള്ളൂ. വയറ് നിറച്ച് കുടിക്കാൻ അവർക്ക് കഴിയൂല, അവരത് ചെയ്യൂല. സംസം നിറച്ച് കുടിക്കുക, പൂതി തീരാതെ കുടിക്കുക എന്നത് ബറാഅത്തും മിനൻ നിഫാഖി, കാപട്യം പോവാൻ കാരണമാകുമെന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ അവസാനിപ്പിക്കാണ്. മുഅ്മിനീങ്ങളെ, ഇനി ഒരുപാട് വിഷയങ്ങൾ അത് സംബന്ധമായി ഉണ്ട്. ഇനിയും പറയാലോ. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അള്ളാഹു തആല പരലോകത്തെ മഹ്ശറയിലെ കൗസറിൻ്റെ വെള്ളം കുടിക്കാൻ അള്ളാഹു അദ്ദേഹത്തിനും പ്രാർത്ഥിച്ച നമുക്കൊക്കെ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു അദ്ദേഹത്തിന് വിശേഷിച്ച സൗകര്യം മഹ്ശറയിൽ നൽകുമാറാകട്ടെ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കൽപ്പാലവും മുഖറബ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചിറകിൻ്റെ അടയാളവും മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമിനീരും അനുഭവിച്ചിട്ടുള്ള ഏറ്റിട്ടുള്ള സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവരപ്പെട്ട ഈ പാനീയത്തെ ആദരിച്ചതിന് അല്ലാഹു തആല അദ്ദേഹത്തിന് മഹ്ശറയിലെ പാനീയം പകരം കൊടുക്കുമാറാകട്ടെ. ഏറ്റവും വലിയ സൗഭാഗ്യം അല്ലാഹു സ്വർഗത്തിൽ അദ്ദേഹത്തിന് നൽകുമാറാകട്ടെ. മഹ്ശറയിൽ നിന്ന് ബുദ്ധിമുട്ടില്ലാതെ സ്വർഗത്തിലെത്താവുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. 50,000 കൊല്ലത്തെ ബുദ്ധിമുട്ട് 2 റക്അത്ത് പോലെ എളുപ്പമായി തീരുന്ന മുഅ്മിനീങ്ങളിൽ അല്ലാഹു അദ്ദേഹത്തെ ചേർക്കുമാറാകട്ടെ.